എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന വെബ് പരമ്പരയുടെ 1739 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ അനിത സോമനാണ്. ഡോക്ടറുടെ റൂബ്രിക്കുകളിലൂടെ ഉള്ള പര്യടനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഡോക്ടർ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. റൂബ്രിക്കുകളിലൂടെയുള്ള പര്യടനം ഡോക്ടർ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്ന് ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനും ഹോമിയോപ്പതി സ്നേഹികൾക്കും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഡോക്ടർ അനിത സോമൻ എത്തിയിട്ടുണ്ടല്ലോ, നേരത്തെ നോക്കിയോ? ഓക്കെ. അപ്പോ അനിത സോമൻ ഡോക്ടർ ഗവൺമെന്റ് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ചീഫ് മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്ത ഡോക്ടറാണ്. പ്രഫുൽ വിജയക്കർ സാറിന്റെ ഫോളോവറാണ്. ഡോക്ടർ റൂബ്രിക്കുകളിലൂടെ പര്യടനം നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതിന്റെ 3ാം ഭാഗമാണ് ഇന്ന്. എന്തായാലും നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഡോക്ടർ അനിത സോമനെ വളരെ ആദരപൂർവ്വം ഇന്നത്തെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ ഈ ഹോമിയോപ്പതിയുടെ പ്രജ്ഞാതാവായ ഡോക്ടർ ക്രിസ്ത്യൻ ഫെഡറിക് സാമുവൽ ഹനിമാൻ അവർക്ക് എന്റെ പ്രണാമം. അതോടൊപ്പം തന്നെ എന്റെ മാനസ ഗുരുവായ ഡോക്ടർ പ്രഫുൽ വിജയക്കർ സാറിനും പ്രണാമം. ഞാന് റൂബ്രിക്കിലൂടെ ഉള്ള ഒരു പ്രേരണം. റൂബ്രിക്ക് നമുക്ക് അറിയാമെങ്കിൽ റൂബ്രിക്ക് അറിയണമെങ്കിൽ നമ്മൾ ഓരോ കേസ് വരുമ്പോഴും ആ പേഷ്യന്റ് അല്ലെങ്കിൽ ആ രോഗം എന്ന് പറയുന്നത് ഏത് മാസത്തിൽ നിൽക്കുന്നു എന്നുള്ളത് ക്ലിയർ അറിഞ്ഞെങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ. അക്യൂട്ട് ഡിസീസ് ആണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് അക്യൂട്ട് ഡിസീസ് ആണോ ക്രോണിക് ഡിസീസ് ആണോ എന്ന് ആദ്യം മനസ്സിലാക്കണം. അക്യൂട്ട് ഡിസീസ് ആണെങ്കിൽ റീസെന്റ് ഓൺസെറ്റ് ആണ്. അത് പെട്ടെന്ന് വരും, കുറച്ച് ദിവസം നിൽക്കും, പിന്നെ അങ്ങ് പോകും, പെട്ടെന്ന് പോകും. either end in death or recovery എന്നാണ് ഹനുമാൻ പറയുന്നത്. അപ്പൊ അക്യൂട്ട് ഡിസീസിനെ എപ്പോഴും ഒരു റീസെന്റ് ഒറിജിൻ ആയതുകൊണ്ട് എപ്പോഴും അതിനൊരു എയിൽമെന്റ്സ് കാണും. അത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. കാരണം 5th അഫോറിസത്തിൽ ഹനുമാൻ പറയുന്ന അക്യൂട്ട് ഡിസീസ് അല്ല, എയിൽമെന്റ്സ് ഫ്രം ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മോസ്റ്റ് പെടും. അപ്പൊ അത് ഫിസിക്കൽ എയിൽമെന്റ്സ് ആയിരിക്കാം, മെന്റൽ എയിൽമെന്റ്സ് ആയിരിക്കാം. രണ്ടിലും നമുക്ക് റൂബ്രിക് ഉണ്ട്. അപ്പൊ ആ എയിൽമെന്റ്സ് വെച്ചിട്ട് അതിൽ എടുക്കണം. അതേസമയം ക്രോണിക് ഡിസീസ് ആണെങ്കിൽ ക്രോണിക് ഡിസീസ് പ്രൊലോങ്ഡ് ആയിട്ട് ഇങ്ങനെ റെക്കറിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഡിസീസ് ആയിരിക്കും. അപ്പൊ അത് ഇപ്പൊ ഏത് സ്റ്റേജിൽ നിൽക്കുന്നു എന്ന് കണ്ടെങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ. ഇത് സോറോ സിബിലിറ്റിക് സ്റ്റേജിലാണോ, അതോ സോറോ സൈക്കോട്ടിക് സ്റ്റേജിലാണോ, അതോ വെറും പ്യുവർ സൈക്കോട്ടിക് സ്റ്റേജിലാണോ, അതോ സൈക്കോ സിഫിലിറ്റിക് സ്റ്റേജിലാണോ, അതോ പ്യുവർ സിഫിലിറ്റിക് സ്റ്റേജിലാണോ, അതോ ആട്ടോഇമ്യൂൺ ഡിസീസ് ആണോ, അതോ കൺജനിറ്റൽ ആയിട്ടുള്ള ഡിഫോമിറ്റി ഉള്ള ഡിസീസ് ആണോ, അതോ ഓട്ടിസം പോലുള്ള ഡിസീസ് ആണോ, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ അതനുസരിച്ച് ഡിഫറെന്റ് ആയിട്ടായിരിക്കും റൂബ്രിക് എടുക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് അക്യൂട്ട് ഡിസീസ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അവരുടെ എന്തുകൊണ്ടാണ് അത് വന്നത്. ഇപ്പൊ ഒരു കൊച്ചുകുട്ടിക്ക് പെട്ടെന്ന് കാലുവേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടാ മോനെ ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുഞ്ഞിന്റെ വിഷമം, അത് കുഞ്ഞിനെ അറിഞ്ഞൂടായിരിക്കും, നമുക്ക് എന്താണെന്ന് പറയാൻ അറിഞ്ഞൂടായിരിക്കും. നമ്മൾ ചോദിക്കണം, ഇത് ഉണ്ടാകുന്നിട്ട് തലേന്ന് മോൻ എന്താണ് മനപ്രയാസം ഉണ്ടായത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് ചിലപ്പോൾ അത് പറയുമായിരിക്കാം. അങ്ങനെ നമ്മൾ ട്രേസ് ഔട്ട് ചെയ്യുക, എയിൽമെന്റ്സ് ഫ്രം ട്രേസ് ഔട്ട് ചെയ്തിട്ട് പിന്നെ ആ ഡിസീസിൽ അൺകോമൺ പെക്യൂലിയർ ആയിട്ടുള്ള ഏത് മെഡിസിൻ വരുന്നതിന്റെ അൺകോമൺ പെക്യൂലിയർ ആയിട്ടുള്ള സിംറ്റം എടുത്തിട്ട് നമുക്ക് മെഡിസിൻ കൊടുക്കാൻ സാധിക്കും. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ സെൻസിറ്റിവിറ്റിയെ കാണിക്കുന്നത്. ദാറ്റ് ഈസ് സോറ.
അല്ലെങ്കിൽ സ്പാസം പെയിൻ വരും, സ്പാസ്മോട്ടിക് പെയിൻ ആയിരിക്കാം, പെട്ടെന്ന് വരും പെട്ടെന്ന് പോകും, പെട്ടെന്ന് വരും പെട്ടെന്ന് പോകും, ബെൽഡോണയൊക്കെ പോലുള്ള പെയിൻ ആയിരിക്കാം. അല്ലെങ്കിൽ സ്ട്രമോണിയം പേടിച്ചിട്ടായിരിക്കും ഉണ്ടാകുന്നത് സ്ട്രമോണിയം, അല്ലെങ്കിൽ അക്കണേറ്റ് ഭയങ്കര എലിമെന്റ്സും ഫ്രൈറ്റ് നിന്നായിരിക്കും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ മെന്റൽ ഷോക്കിൽ നിന്ന് ഉണ്ടാകുകയാണെങ്കിൽ ഓപ്പിയം പോലുള്ള റെമഡീസ്. അപ്പൊ അങ്ങനെ റെമഡീസ് മാറിക്കൊണ്ടിരിക്കും. അതേസമയം ക്രോണിക് കേസിലാകുമ്പോഴത്തേക്ക് സോറോ സൈക്കോട്ടിക് ആയിട്ടുള്ള സ്റ്റേജ് കാണാം, സോറോ സിഫിലിറ്റിക് ആയിട്ട് ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ ഡെലീറിയം സ്റ്റേറ്റ് ആയിരിക്കാം. അപ്പൊ ആ പേഷ്യന്റ് എന്താണ് പറയുന്നതെന്ന് ആ പേഷ്യന്റിന് അറിഞ്ഞൂടാ, എന്നാൽ അവിടെ ഇന്റലക്ട് വർക്ക് ചെയ്യുന്നില്ല, പേഷ്യന്റിന് പോലും അറിയാൻ വയ്യ എന്താണ് സംഭവിക്കുന്നതെന്ന്. ആ രീതിയിൽ ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അവിടെ നമുക്ക് ഡെലീറിയം എന്ന് പറയുന്ന റൂബ്രിക് എടുത്തിട്ട് ഡെലീറിയത്തിന്റെ ഡെലീറിയം മാനിയാക്കലാണ്, ഡെലീറിയം ഫ്രൈറ്റ്ഫുൾ ആണ്, ഡെലീറിയം ചേഞ്ചിങ് സിംറ്റംസ് ആണ്, ഡെലീറിയം സ്പാസ്മോഡിക് ആണോ, ഇങ്ങനെ ഡെലീറിയത്തിൽ ഇഷ്ടംപോലെ റൂബ്രിക് ഉണ്ട്. അങ്ങനെ റൂബ്രിക് എടുക്കാൻ സാധിക്കും. അത് അല്ലെങ്കിൽ ഈ കണ്ടീഷൻ വ്യത്യാസം സ്ട്രക്ചറൽ ആയിട്ടുള്ള ഡിസ്ട്രക്റ്റീവ് ഡിസീസസ് ആണെങ്കിൽ, ഓട്ടോ ഇമ്മ്യൂൺ പോലുള്ള ഡിസീസ് ആണെങ്കിൽ ഹനുമാൻ തന്നെ പറയുന്നുണ്ട്, ഓട്ടോ ഇമ്മ്യൂൺ അല്ലെങ്കിൽ വൺ സൈഡഡ് ഡിസീസ് ആണെങ്കിൽ 221, 222 അഫോർസം പറയുന്നുണ്ട്. അപ്പൊ 221 അഫോർസം എന്ന് പറഞ്ഞാൽ അത് പറയുന്നത് ഏറ്റവും ഭയങ്കര കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരികയാണെങ്കിൽ അവിടെ ഡ്രഗ് റെമഡീസ് കൊടുത്തിട്ട് ഹൈപ്പോട്ടൻസിയിൽ റിപ്പീറ്റഡ് ഡോസിൽ കൊടുത്ത് ലേറ്റന്റ് സോറയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പിന്നെ ആന്റിസോറിക് റെമഡി കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ അതില് റൂബ്രിക് നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഡെലൂഷൻ, ലാഫ്ഡ് അറ്റ് അല്ലെങ്കിൽ മോക്ക്ഡ് അറ്റ്, കളിയാക്കുന്നു എന്ന് ഒരു പേഷ്യന്റ് വന്ന് പറയാണ്, അതൊരു സൈക്കോട്ടിക് സിംറ്റം ആണ്, അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നില്ല. അതേസമയം ആ ഇപ്പൊ ഇന്ന് തന്നെ പേപ്പറിൽ കിടന്ന ഒരു പെൺകുട്ടി സ്കൂളില് ടീച്ചർ എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് കുട്ടി അനാവശ്യമായിട്ട് പറഞ്ഞെന്നും പറഞ്ഞ് ആ കുട്ടി സ്കൂൾ അങ്ങ് ഇനി ഞാൻ പഠിക്കുന്നില്ല എന്നും പറഞ്ഞ് കംപ്ലീറ്റ്ലി അങ്ങ് മാറിക്കളഞ്ഞു. അതെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എംബാരസ്മെന്റ് ആണ് എന്ന് പറഞ്ഞാൽ അത് ദാറ്റ് ഈസ് എ സിബിലിറ്റിക് റൂബ്രിക് ആണ്. എയിൻമെന്റ്സ് ഫ്രം എംബാരസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്നെ നാണം കെടുത്തി കഴിഞ്ഞു, എനിക്കിനി ആരുടെയും മുഖത്ത് നോക്കാൻ ഒക്കൂല എന്നുള്ള കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അത് സിബിലിറ്റി ഡിസ്ട്രക്റ്റീവ് സിംറ്റം ആണ്. അപ്പൊ അവിടെ എയിൽമെന്റ്സ് ഫ്രം എംബാരസ്മെന്റ് എടുത്തിട്ട് ആ കുട്ടിയുടെ ക്യാരക്ടറൂടെ എടുത്തിട്ട് ഏത് മെഡിസിൻ വരുന്നോ അത് കൊടുക്കാൻ സാധിക്കും. അതൊരു ഡെലീറിയസ് സ്റ്റേറ്റ് ആണ്. കാരണം പെൺകുട്ടി പഠിക്കാനുള്ള സമയത്ത് പഠിക്കാതെ അത് ഒരു ടീച്ചർ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞു ഉടനെ തന്നെ സ്കൂളിൽ ഇനി ഞാൻ പഠിക്കുന്നില്ല എന്ന് എടുക്കണമെങ്കിൽ അത്രയും സെൽഫ് ഡിസ്ട്രക്ഷൻ ആണ്. ആ ഇന്റലക്റ്റിനെ പോലും അവര് ഡിസ്ട്രോയ് ചെയ്യുകയാണ്. അപ്പൊ ആ കുട്ടിക്ക് പോലും കൺട്രോൾ ചെയ്യാൻ വയ്യാതെ വരുമ്പോഴത്തേക്ക് അതൊരു ഡെലീറിയൻ സ്റ്റേറ്റ് ആയിട്ട് എംബാരസ്മെന്റ് എടുക്കാം. അതേസമയം ഇപ്പൊ ഫസ്റ്റീഡിയസ് ആയിട്ടുള്ള റൂബ്രിക് എന്ന് പറഞ്ഞാൽ എല്ലാം ഞാൻ ചെയ്താലേ സംതൃപ്തി വരുവുള്ളൂ, ഞാൻ ചെയ്താലേ അത് വൃത്തിയാവുള്ളൂ, അത് നീറ്റ് ആവുകയുള്ളൂ, അത് പ്രോപ്പർ ആവുകയുള്ളൂ എന്നുള്ള ഒരു കടുംപിടുത്തം ഉള്ളതാണെങ്കിൽ അതൊരു ജെനറ്റിക് റൂബ്രിക്കാണ്. അത് നമുക്ക് ഒരിക്കലും ആട്ടോ ഇമ്മ്യൂൺ റൂബ്രിക്കിലും ജെനറ്റിക് മ്യൂട്ടേഷൻ കണ്ടീഷനിലൊന്നും യൂസ് ചെയ്യാനൊക്കില്ല. ഇതൊന്നും ജെനറ്റിക് റൂബ്രിക് എന്ന് പറഞ്ഞാൽ സൈക്കോസിബിലിറ്റിക് ഡിസീസസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിൽ ഈ ഫസ്റ്റീഡിയസ്നെസ് എന്ന് പറഞ്ഞ റൂബ്രിക് എടുക്കാവുള്ളൂ. അതുപോലെ ക്ലെയർവോയൻസ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി പറയുക, നാളെ എന്തോ സംഭവിക്കാൻ പോകുന്നു, ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഭൂതോദയം ഉണ്ടായി, നാളെ ഇന്നത് സംഭവിക്കാൻ പോകുന്നു, അത് പിറ്റേ ദിവസം സംഭവിച്ചിരിക്കും. പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും വേറെ ഒന്ന് ഇങ്ങനെ മനസ്സിൽ വരുന്നു, അത് ശരിയാകുന്നു, ഇങ്ങനെ വരിക, ദാറ്റ് ഈസ് ക്ലെയർവോയൻസ്. അതും സൈക്കോസിബിലിറ്റിക് ആണ്. അത് ഈ തോട്ട് പ്രോസസ് കണ്ടിന്യൂസ് ഒരു എന്താണ് എക്സ്ട്രാ പെർസെപ്ഷനിലായിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സിൽ നിന്ന് വരുന്നതാണ്. അതൊരിക്കലും ആട്ടോ ഇമ്മ്യൂൺ കേസസിൽ അത് എടുക്കാൻ പാടില്ല, ഈ ക്ലെയർവോയൻസ്. പിന്നെ ഹിപ്പോക്രസി എന്ന് പറഞ്ഞാൽ അവന്റെ നല്ല മുഖമേ കാണിക്കുള്ളൂ, യഥാർത്ഥത്തിൽ അവൻ വെറും ചീത്തയായിരിക്കും. ആ മുഖം കാണിക്കാതെ നല്ല മുഖം, ഇപ്പൊ പ്രേമം നടക്കുന്ന എല്ലാം അങ്ങനെയാണ്, ആദ്യം നല്ല മുഖം മാത്രം കാണിക്കും, എന്നിട്ട് കല്യാണം കഴിച്ചു കഴിയുമ്പോ അല്ലെങ്കിൽ പ്രണയിച്ച് വിവാഹം കഴിച്ചു കഴിയുമ്പോ അവന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കുന്നത്. ദാറ്റ് ഈസ് ഹിപ്പോക്രസി എന്നാണ്.
ആ റൂബ്രിക് ഒരിക്കലും എടുക്കുന്നത് അത് പ്യൂർലി സൈക്കോട്ടിക് റൂബ്രിക്കാണ്. അതിൽ നിന്ന് നമുക്ക് മെഡിസിൻ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. കാരണം മെഡിസിൻ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. മെഡിസിൻ ക്ലിയർ മെഡിസിൻ കിട്ടൂല. ആ പേഷ്യന്റെ യഥാർത്ഥ ക്യാരക്ടർ അതല്ല. അതുകൊണ്ട് അതേസമയം ഹെൽപ്ലെസ്നെസ് ഫീലിംഗ്, ഒരു പേഷ്യന്റ് പറഞ്ഞ് ഞാൻ നിസ്സഹായയാണ്, എനിക്ക് ഒന്നും ചെയ്യാൻ ഒക്കുന്നില്ല, ഞാൻ ആകെപ്പാടെ ഒരു പാരലൈസ്ഡ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ. അപ്പൊ അവിടെ എടുക്കേണ്ട റൂബ്രിക് അത് സിബിലിറ്റിക്കാണ്. എന്ന് പറഞ്ഞാൽ ആ സിബിലിറ്റിക്ക് വെറും ഇതാണ് ഡൗൺവേർഡ് ആയിട്ട് ഹൈപ്പോസിബിലിറ്റിക്കാണ്. അപ്പൊ അതെടുക്കുന്ന റൂബ്രിക് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഡെലൂഷൻസ് പാരലൈസ്ഡ്, അല്ലെങ്കിൽ വിൽ ലോസ് ഓഫ്, എന്റെ വില്ലെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള പേര്. ജനറലാണെങ്കിൽ ജനറാലിറ്റിയിലാണ് അനസ്തേഷ്യ എന്ന് എടുക്കാം, അതും സിബിലിറ്റിക് റൂബ്രിക്കാണ്. അതേസമയം കോൺട്രറി എന്ന് പറയുന്ന റൂബ്രിക് എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾ അല്ലെങ്കിൽ അഡോളസെന്റ് ആയിട്ടുള്ള അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ മോളെ അത് ചെയ്യല്ലേ, അത് ചെയ്യും. അതിന് പകരം വിപരീതമായിട്ട് എന്ത് പറയുന്നോ അതിന് വിപരീതമേ അതൊക്കെ പ്രവർത്തിക്കത്തുള്ളൂ. ദാറ്റ് ഈസ് റിയാക്ഷൻ അങ്ങനെയായിരിക്കും. അതിനെടുക്കുന്ന റൂബ്രിക്കാണ് കോൺട്രറി, ദാറ്റ് ഈസ് എ സിബിലിറ്റിക് റൂബ്രിക്കാണത്. പിന്നെ ചിലർക്കാണ് ഡിഫൻസ് മെക്കാനിസം. ചില കുട്ടികളെ പറയില്ല എപ്പോഴും ജലദോഷമാണ് ഡോക്ടറെ, ഒന്ന് വെളിയിലോട്ട് ഇറങ്ങിയ അത് നമുക്ക് റൂബ്രിക് വേണമെങ്കിൽ എടുക്കാം. കാരണം അതിന്റെ ഡിഫൻസ് മെക്കാനിസം വളരെ പൂവറാണ്. അത് റൂബ്രിക് ഉണ്ട്. ജനറാലിറ്റിയിൽ കോൾഡ്, ടേക്കിംഗ് ടെൻഡൻസി ടു കോൾഡ്, അല്ലെങ്കിൽ കംപ്ലൈൻസ്, അക്യൂട്ട് കംപ്ലൈൻസ്, റിക്കറന്റ് അക്യൂട്ട് കംപ്ലൈൻസ്, ഇതൊക്കെ അതിലൊക്കെ മെഡിസിൻസ് ഉണ്ട്. പരേറ്റ കാർബ്, കാൽക്കേരിയ, കാർസിനോസിൻ, മെർസോള്, മെർക്കൂറിയസ് ഏത് വേണമെങ്കിലും വരാം, സ്വർണം, സൈലീഷ്യ, സൾഫർ, ട്യൂബർക്കുൽ, ഇങ്ങനെയുള്ള ഒരുപാട് റെമഡീസ് ഉണ്ട്. അതപ്പോ നമുക്ക് ആ പേഷ്യന്റ് അങ്ങനെ പറയുകയാണെങ്കിൽ, ആ കുട്ടിയെ കൊണ്ടുവരുമ്പോ അങ്ങനെ പറയുകയാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് റൂബ്രിക് എടുക്കാം. പിന്നെ ഡീഫോമിറ്റി ആകുമ്പോഴത്തേക്ക് ഇതാണ് ഡിഫൻസ് മെക്കാനിസം വളരെ വീക്ക് ആയിട്ടുള്ളവർക്കാണ് ഡീഫോമിറ്റി എന്ന് പറയുന്നത്. പിന്നെ ചിലർക്ക് പെയിൻ, ഗ്രോയിങ് പെയിൻ, ചില കുട്ടികള് വളരുന്ന കുട്ടികൾ രാത്രിയാകുമ്പോൾ കിടക്കുമ്പോൾ കാല് കഴിക്കുന്ന, അമ്മ എന്നെ തടയുത്താ എന്ന് പറയും. ദാറ്റ് ഈസ് എ പെയിൻ, ഗ്രോയിങ് പെയിൻ. പ്രത്യേകിച്ച് നൈറ്റിലാണ് വരുന്നത്. ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ് ആണ്. അത് സിബിലിറ്റിക് സിംറ്റം ആണ്. അപ്പൊ അത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, തീർച്ചയായിട്ടും എടുക്കണം. പെയിൻ, ഗ്രോയിങ് പെയിൻ എന്ന് പറഞ്ഞ് ജനറാലിറ്റിയിൽ നിന്ന് എടുക്കണം. പിന്നെ ചിലർ ക്യാൻസർ സഫിഷ്യൻ വരുമ്പോൾ നമുക്ക് ക്യാൻസർ എന്ന് തന്നെ ജനറാലിറ്റിയിൽ നിന്ന് റൂബ്രിക് എടുക്കാം. ക്യാൻസർ സഫിഷ്യൻ ഏതിനാ, ഗ്ലാൻസിനെയാണ്, കാർട്ടിലേജിനെയാണ്, ഏതിനാണ്, ബോൺസിനെയാണ്, അത് നമുക്ക് സുഖമായിട്ട് എടുക്കാൻ സാധിക്കും. പിന്നെ ചില ജനറാലിറ്റി കറ്റാലപ്സി എന്ന് പറഞ്ഞാല് അവർക്ക് സീസർ വന്നിട്ട് ആള് ബോധമില്ലാതെ അങ്ങ് വീഴും കംപ്ലീറ്റ്. എന്നിട്ട് റിജിഡ് ബോഡി ഇങ്ങനെ റിജിഡ് ആയിട്ടിരിക്കും. അതാണ് കാറ്റലപ്സി. ആ റൂബ്രിക്ക് നമുക്ക് അങ്ങനെ ഒരു ഒബ്സർവേഷനിൽ കാണുകയാണെങ്കിൽ നമുക്ക് എടുക്കാം. അത് സിബിലിറ്റിക് റൂബ്രിക്കാണ്. അതുപോലെ ഈ പഴുപ്പ് വന്നിട്ട് അതിനെ പെട്ടെന്ന് അബ്സോർവ് ചെയ്ത് കളയാൻ, ഒരു പഴുത്ത് നിൽക്കുകയാണ്, ആബ്സസ് ഭയങ്കരമായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിന് മെഡിസിൻസ് ഉണ്ട്. അബ്സോർഷൻ ഓഫ് എക്സുഡേറ്റ് ടു ഫെസിലിറ്റേറ്റ് ദ അബ്സോർഷൻ ഓഫ് എക്സുഡേറ്റ്. ആർണിക്ക ഉണ്ട്, ആൾസ് ഉണ്ട്, കാലി അയോഡൈൻ ഉണ്ട്, മെർക്കൂറിയസ് ഡൾസിസ് ഉണ്ട്, സൾഫർ അയോഡൈൻ ഉണ്ട്, സൾഫർ, ഈ മെഡിസിൻസ് എല്ലാം ഉണ്ട്. അതുപോലെ ഓസ്റ്റിയോജെനിസിസ് ഇംപെർഫറേറ്റ, അതിലാണെങ്കിൽ നമുക്ക് ഒരു ജനറൽ റൂബ്രിക് എടുക്കാം. ജനറൽ ബോൺസ് ഓഫ് ബ്രിട്ടിൽഡ് ബോൺസ് എടുക്കാം, അല്ലെങ്കിൽ നെക്രോസിസ് ഓഫ് ബോൺസ് എടുക്കാം, അല്ലെങ്കിൽ കേരീസ് ഓഫ് ബോൺസ് എടുക്കാം. ഇത് ഏതെങ്കിലും എടുക്കാം. അതുപോലെ ചിലരുടെ ഈ ടെൻഡോഅക്കിലിസ് ഭയങ്കര പെയിൻ, അവിടെ ഒരു എക്സോട്ടോസിസ് എന്ന് പറഞ്ഞാൽ ഒരു ബോൺ വളർന്നിട്ടാണ് അത് പെയിൻ ഉണ്ടായെന്ന് പേഷ്യന്റ് വന്ന് ഡോക്ടർ പറഞ്ഞെന്ന് പറയുകയാണെങ്കിൽ അത് എക്സോസ്റ്റോസിസ് എന്ന് എടുക്കാൻ സാധിക്കും നമുക്ക്. ഇൻകറക്റ്റ് ആയിട്ട് ബോൺ വളരുന്നു ആഫ്റ്റർ ഇഞ്ചുറീസ്. അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ചിലർക്ക് ബോൺ ഇങ്ങനെ കൂനിപ്പോയി പിന്നെ നൂരാക്കത്തില്ല, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. അല്ലെങ്കിൽ സ്പൈനൽ സ്റ്റെനോസിസ്, ഇതൊക്കെ നമുക്ക് റൂബ്രിക് ഉണ്ട്. ഇത് റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസിനും ബോൺസ് പറഞ്ഞിട്ട് ഇതിനെല്ലാം എടുക്കാൻ സാധിക്കും. അതുപോലെ ജനറാലിറ്റിയിലെ ആബ്സസ്, ബേണിങ് ആയിട്ടുള്ള ആബ്സസ്, എന്നിട്ട് ഭയങ്കര നീറ്റിൽ അകത്ത് നീറുന്ന ഡോക്ടർ എന്ന് പറഞ്ഞാൽ അത് സിബിലിറ്റിക്കാണ്. അത് മെഡിസിൻ ഉണ്ട്. ആന്ത്രാസിനം, ആഴ്സ്, പൈറജൻ, ടാറന്റുല, ക്യൂബൻസിസ്. പേഷ്യന്റ് രാത്രി വേദന കൊണ്ട്
ബേണിംഗ് പെയിൻ കൊണ്ട് എഴുന്നേറ്റ് നടക്കണം. അങ്ങനെ തന്നെ ടാറന്റുല ക്യൂബൻസിസിൽ പറയുന്നുണ്ട്. കിടക്കാനൊക്കത്തില്ല, എഴുന്നേറ്റ് നടക്കേണ്ടി വരും. അത്രയ്ക്ക് ബേണിംഗ് പെയിൻ ആണെങ്കിൽ ടാറന്റുല ക്യൂബൻസിസ് ബെസ്റ്റ് റെമഡിയാണ്. പിന്നെ ആപ്സസ് ഗാംഗ്രീനസ് ആപ്സസ് ആണെങ്കിൽ അതിലും ഉണ്ട്. ജനറൽ ആപ്സസ് ഗാംഗ്രീനസ് ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. അത് അതുപോലെ കണക്റ്റീവ് ടിഷ്യൂസിനാണ് അഫക്ഷൻ വരുന്നുണ്ടെങ്കിൽ ജനറൽ കണക്റ്റീവ് ടിഷ്യൂ അഫക്ഷൻസ് ഓഫ് ഗ്ലാൻസിനാണെങ്കിൽ ഒറ്റ മെഡിസിനേ ഉള്ളു. ഗ്ലാൻസിനാണ് അഫക്ഷൻ എങ്കിൽ അത് ലാപ്പിസ് ആൽബസ് ആണ്. അതേ ഗ്ലാൻസ് ഇൻഡുറേറ്റഡ് ഗ്ലാൻസ് ആണെങ്കിൽ കാൽക്കേരിയ ഫ്ലോർ, കാർബോ അനിമാലിസ്, കൊണിയം, ഫ്ലൂറിക് ആസിഡ്, കാലിയം അയോഡൈഡ്, ലാപ്പിസ് ആൽബസ്, സൈലീഷ്യ എക്സെട്ര. ചിലടത്ത് അഡ്ഹഷൻസ് കാണും. യൂട്രസിന്റെ ചില പാർട്ടുകളെല്ലാം അഡ്ഹെയർ ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനും മെഡിസിൻ ഉണ്ട്. കാൽക്കേരിയ ഫ്ലോർ, കാൽക്കേരിയ സൾഫ്, ഫ്ലൂറിക് ആസിഡ്, ഗ്രാഫൈറ്റിസ്, സൈലീഷ്യ, തയോസിനാമൻ, ഇങ്ങനെയുള്ള റെമഡീസ് ഉണ്ട്. അല്ലെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അഡ്ഹഷൻസ് ഉണ്ടാകുകയാണെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെ ചിലര് പറയും ശ്വാസം മുട്ട് വരുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വരുമ്പോഴത്തേക്കും എനിക്ക് ഫാൻ ഭയങ്കരമായിട്ട് വീശി തരണം ഡോക്ടറെ, എനിക്ക് വീശിയെങ്കിലേ ഒരു ആശ്വാസം കിട്ടുള്ളൂ, വീശിയെങ്കിലേ പറ്റുള്ളൂ. ഇങ്ങനെ ഞാൻ ആളുകളടുത്ത് വീശാൻ പറയും. അത് ഒറ്റ മെഡിസിനേ ഉള്ളു. ഫാൻഡ് ബീയിങ് ഡിസൈർഡ് ബി എന്നുള്ള ഭയങ്കരമായിട്ട് വീശണം എന്നുള്ള ഇതുള്ളത് സിക്കേൽക്കോർ എന്ന് പറയുന്ന റെമഡിയാണ്. കാർബോബേറ്റ് ഉണ്ട്, പക്ഷെ എന്നാലും സിക്കേൽക്കോറാണ് കുറച്ചുകൂടെ ഇഫക്റ്റീവ് ആയിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ സാധിക്കും. പിന്നെ ജനറൽ ഹെമറേജ് ടെൻഡൻസി, ഹെമറേജ് ഉള്ള പേഷ്യൻ്റ് ആണ്, യൂട്രൈൻ ഹെമറേജ് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഭാഗത്തുനിന്ന് ഹെമറേജ് ഉണ്ടെങ്കിൽ ടെൻഡൻസി ടു ഹെമറേജ് ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റെമഡി എന്ന് പറഞ്ഞാൽ ക്രോട്ടാലിസ് ഫോറിഡസ് ആണ്, നല്ലൊരു റെമഡിയാണ്. അതുപോലെ മൈൻഡിൽ ഹിസ്റ്റീരിയ എന്ന് പറയുന്നത് അതൊരു സിബിലിറ്റിക് റൂബ്രിക്കാണ്, അതൊരു ഡെലീറിയം സ്റ്റേറ്റ് ആണ്. ഹിസ്റ്റീരിയ അമിനോറിയ വന്നിട്ട് ഹിസ്റ്റീരിയ പോലെ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ അത് ഒറ്റ മെഡിസിനേ ഉള്ളൂ, സാന്തോസൈലോണ്. പിന്നെ ഹിസ്റ്റീരിയ, ഫെയിൻറ്റിങ് ഹിസ്റ്റീരിക്ക് എനിക്കൊരു കേസ് വന്നായിരുന്നു. അവരെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബോധം കെട്ട് വീണുകൊണ്ടിരിക്കും. അവരുടെ കാരണം ഞാൻ ചോദിച്ചപ്പോ അമ്മ എപ്പോഴും അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അത് അവർക്ക് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അവർക്കിപ്പോ സിങ്കം മെറ്റ് കൊടുത്തിട്ടുണ്ട്, എങ്ങനെ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നോക്കാം. അതുപോലെ ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പർ ടെൻഷൻ ആണെങ്കിൽ സിസ്റ്റോളിക് പ്രഷർ സ്ലൈറ്റ്ലി ഹയർ ആയിരിക്കും, പക്ഷെ ഡയസ്റ്റോളിക് പ്രഷർ നോർമൽ ആയിരിക്കും. അതേസമയം സൈക്കോട്ടിക് ഹൈപ്പർ ടെൻഷൻ ആണെങ്കിൽ ബോത്ത് സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക് പ്രഷർ ഹയർ ആയിട്ട് നിൽക്കും, മൈൽഡ്ലി ഹയർ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അതേസമയം സിബിലിറ്റിക് ഹൈപ്പർ ടെൻഷൻ ആണെങ്കിൽ ബോത്ത് സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് പ്രഷർ വളരെ ഹൈ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ആ ഓരോ ഡിസീസിനെയും നമ്മൾ വേർതിരിക്കുന്നത്. അപ്പൊ ഈ ഡയസ്റ്റോളും സിസ്റ്റോളും ഭയങ്കര ഹൈ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അത് സിബിലിറ്റിക് ആണ്, ഡിസ്ട്രക്ഷൻ നടക്കാൻ പോകുന്നെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് മെഡിസിൻ കൊടുക്കണം. പിന്നെ ആന്റഗോണിസം ഹെർസെൽഫ് വിത്ത്, അത് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മോട് തന്നെ വെറുപ്പാണ്, അതാണ് പ്രതിഫലനം ചെയ്യുന്നത്. അത് ദാറ്റ് ഈസ് ഇൻ ഓട്ടോഇമ്യൂൺ ഡിസീസിലും ക്യാൻസർ പോലുള്ള ഡിസീസിലും ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസിലൊക്കെ ഈ റൂബ്രിക്ക് നമുക്ക് എടുക്കാൻ സാധിക്കും. അതുപോലെ ഡിസ്ട്രക്റ്റീവ് ഡിസീസസിന് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് റൂബ്രിക്കാണ് കൺഫ്യൂഷൻ ഓഫ് മൈൻഡ്, ഐഡന്റിറ്റി കൺഫ്യൂഷൻ. ചില പേഷ്യൻ്റ് വന്ന് എൻ്റെ അമ്മ എന്നെ ഒട്ടും ഞാൻ മകളാണെന്ന് കൺസിഡർ ചെയ്യുന്നേ ഇല്ല, എൻ്റെ ചേച്ചി പഠിക്കുന്നതുകൊണ്ട് എൻ്റെ ചേച്ചിയാണ് വലിയ കാര്യം, എന്നെ എന്തോ അവിടെ ജോലിക്കാരിയെ പോലെയാണ് കാണുന്നത്, ഞാൻ എൻ്റെ അമ്മയാണോ ഇവരെ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ ആ പേഷ്യന്റിന് കൺഫ്യൂഷൻ ഓഫ് മൈൻഡ് ഉണ്ട്, ഐഡന്റിറ്റി കൺഫ്യൂഷൻ ഉണ്ടെന്ന് നമ്മൾ ആ റൂബ്രിക്ക് അപ്പോഴെടുത്തിരിക്കണം. അത് കറക്റ്റ് അതായിരിക്കും. പിന്നെ നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഡെലൂഷൻ, ഐഡന്റിറ്റി, എറേഴ്സ് ഓഫ് പേഴ്സണൽ ഐഡന്റിറ്റി എന്ന് പറയുന്ന റൂബ്രിക്ക് എടുക്കുന്നത് അത് തോന്നലാണ്. ഡെലൂഷൻ ഒരു പെർസെപ്ഷൻ ആണ്. ദാറ്റ് ഈസ് ഞാൻ ആണാണോ പെണ്ണാണോ എന്നുള്ള ഒരു തോന്നൽ വരുന്നതുകൊണ്ടാണ്. ഇപ്പൊ PCOD ഉള്ള കേസുകളിൽ PCOD ഉള്ള പേഷ്യന്റിന് ചിലപ്പോൾ മീശയൊക്കെ ഉണ്ടാകും, ഇങ്ങനെ മുഖത്ത് രോമങ്ങളൊക്കെ വരികയാണെങ്കിൽ ആ പേഷ്യന്റിന് ഈ ഒരു ഇത് വന്നെങ്കിലേ എക്സ്റ്റേണലി ഇങ്ങനെ കാണിക്കുള്ളൂ.
അവിടെ നമുക്ക് ഈ റൂബ്രിക് എടുക്കാം. ഡെലൂഷൻ, ഐഡന്റിറ്റി, എറേഴ്സ് ഓഫ് പേഴ്സൺ ഐഡന്റിറ്റി എന്നുള്ള റൂബ്രിക് എടുക്കാം. പിന്നെ ക്ലിങ്ങിങ് എന്നുള്ളതും ഒരു സിബിലിറ്റി റൂബ്രിക്കാണ്. അത് കൂടുതൽ അഡോളസെന്റ് ആയിട്ടുള്ള ഒരു ആൺകുട്ടിയാണ് അല്ലെങ്കിൽ പെൺകുട്ടിയാണ്, അത് അതിന്റെ അമ്മയെ വിട്ടുപിരിയുന്നില്ല, അല്ലെങ്കിൽ ആരെങ്കിലും അടുത്ത് വേണം. പ്രായമായാലും അവർക്ക് ആരെങ്കിലും വേണം, ആരെങ്കിലും കൂട്ടില്ലാതെ അവർക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ എടുക്കാവുന്ന റൂബ്രിക്കാണ് ക്ലിങ്ങിങ് എന്ന് പറയുന്ന റൂബ്രിക്. അത് സിബിലിറ്റി റൂബ്രിക് ആണ്. അതേസമയം റിമോസ്, പശ്ചാത്താപം ഉണ്ടാകുന്നത്, അത് സൈക്കോട്ടിക്കാണ്, അത് എടുക്കരുത്. സൈക്കോട്ടിക്ക് എപ്പോഴും ഫസാഡാണ്. അപ്പൊ അത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. അപ്പൊ ആ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കാൻ അതിൽ സിബിലിറ്റി റൂബ്രിക് ഏതുണ്ട് അതാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതേസമയം ആങ്സൈറ്റി കോൺസെൻട്രേഷൻസ്, ആങ്സൈറ്റി ഞാൻ ഭയങ്കര ആങ്ഷ്യസ്, ഭയങ്കര ചെറിയ കാര്യത്തിന് ഓവർ ആങ്ഷ്യസ് ആണെങ്കിൽ അത് സോറോ സിബിലിറ്റിക്കാണ്, എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. അതേസമയം ഈ റിമോസിന്റെ സിബിലിറ്റി റൂബ്രിക് എന്ന് പറയുന്നത് ഡെലൂഷൻ, ക്രൈം, കമ്മിറ്റഡ് എ ക്രൈം, ഐ ഹാവ് കമ്മിറ്റഡ് എ ക്രൈം, ഞാൻ ഒരു തെറ്റ് ചെയ്തു, ഒരു പാപം ഞാൻ ചെയ്തു എന്നുള്ളൊരു തോന്നലുണ്ടാവും. പക്ഷെ അത് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് റൂബ്രിക്. ദാറ്റ് ഈസ് ഡിസ്ട്രക്റ്റീവ് ഡിസീസസിനൊക്കെ ഉപയോഗിക്കാവുന്ന റൂബ്രിക്കാണ് ക്രൈം, ഐ ഹാവ് കമ്മിറ്റഡ്. അതേസമയം റോങ്, ഐ ഹാവ് ഡൺ റോങ് എന്നുള്ളതാകുമ്പോ കുറച്ചുകൂടെ ഡിഗ്രി കുറഞ്ഞ സിബിലിസ് ആണ്. അത് നമ്മൾ ആ പേഷ്യന്റിന്റെ ഡിസീസ് കണ്ടീഷൻ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യണം. ചില കേസുകൾ ഡെലീരിയം, ബ്ലെയിം ഹിംസെൽഫ് ഹിസ് ഫോളി, അവൻ തന്നെ ബ്ലെയിം ചെയ്യൂ, ഞാൻ ചെയ്ത തെറ്റായിപ്പോയി, എന്റെ കയ്യിൽ കൊള്ളതില്ല, ഞാൻ എത്രയായാലും ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യത്തുള്ളൂ, ഇങ്ങനെ ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഒറ്റ റെമഡിയുള്ളൂ, ഓപ്പിയാണ്. അവർക്ക് തോന്നുന്ന അവർ ചെയ്ത തെറ്റാണ്, ഇങ്ങനെ ഡെലീരിയസ് ആയി അവരുടെ ഇൻവോളണ്ടറി ആയിട്ട് വരികയാണ്, അവർക്ക് അത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അതാണ് ഡെലീരിയം സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഡിസ്കസ്റ്റ് ഓൺ സെൽഫ്, അവനോട് തന്നെ അവന് വെറുപ്പ് തോന്നുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സിബിലിറ്റി റൂബ്രിക്കാണ്, അത് സിബിലിറ്റിക്കാണ്. അതല്ല ഡെസ്പെയർ ലൈഫ്, സ്വന്തം ജീവിതം തന്നെ നൈരാശ്യമായിട്ട് മാറുക, ചില ഡിസീസൊക്കെ വന്നിട്ട്, അല്ലെങ്കിൽ ചില എന്തെങ്കിലും ഫിനാൻഷ്യൽ ലോസ് വന്നിട്ട് ഡെസ്പെയർ ലൈഫ് ഓഫ് എന്ന് പറഞ്ഞ് ഇപ്പൊ കുറെ പേര് മരിക്കുന്നതൊക്കെ കാണിക്കുന്നു, അതെല്ലാം സിബിലിറ്റി റൂബ്രിക്കുകളാണ്. പിന്നെ ഡ്രീംസ് ഓഫ് ഡെഡ് റിലേറ്റീവ്സിനെ കാണുന്നത് ഒറ്റ റെമഡിയുള്ളൂ, കാൽക്കേരിയ സിലിക്കേറ്റ് ആണ്. റിലേറ്റീവ്സിന് സ്വപ്നം കാണുന്ന മരിച്ചുപോയ റിലേറ്റീവ്സുമായിട്ട് സംസാരിക്കുന്നതായിട്ടും എനിക്കത് റൂബ്രിക് കിട്ടിയതാണ്. അത് കാൽക്കേരിയ സിലിക്കേറ്റ് 200 ഒറ്റ ഡോസിൽ തന്നെ കംപ്ലീറ്റ് മാറി. ഒത്തിരി സീരിയസ് ഡിസീസ് ആയിരുന്നു, അത് കംപ്ലീറ്റ് നമുക്ക് ക്യൂർ ചെയ്യാൻ സാധിച്ചു. അതൊക്കെ ആട്ടോഇമ്യൂൺ ഡിസീസസ് ആണ്. അത് എന്ന് പറഞ്ഞാൽ അത് കാണിക്കുന്ന എന്താണ്, അങ്ങനെ ഹനിമാൻ തന്നെ പറയുന്നുണ്ട്, 10th അഫോറിസത്തിലെ ഫോർത്ത് നോട്ടിൽ പറയുന്നുണ്ട്, വാർണിംഗ് സൈൻസ് ആണ് ഇതൊക്കെ. ഈ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വാർണിംഗ് സൈൻ, ദാറ്റ് ഈസ് ആട്ടോഇമ്യൂൺ ഡിസീസിലോട്ട് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കുന്ന വാർണിംഗ് സൈൻ ആണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഡെത്ത് ഡിസയർ ഫോർ എന്ന് പറയുന്നത് അതൊരു സോറോ സിബിലിറ്റി റൂബ്രിക്കാണ്. നമ്മുടെ ഡിസീസ് വന്നിട്ട്, ഒരു അക്യൂട്ട് ഡിസീസ് വന്നിട്ട്, ഇതിനേക്കാളും ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നതിനേക്കാളും മരിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സോറോ സിബിലിറ്റിക്കാണ്. അതേസമയം ഡെത്ത് തോട്ട് ഓഫ്, മരണത്തെ പറ്റി ഇങ്ങനെ ചിന്തിക്കുക പക്ഷെ പറയത്തില്ല, ചിന്തിക്കുക ചെയ്യുന്നുണ്ടെങ്കിൽ അത് സൈക്കോസിബിലിറ്റിക്കാണ്. അതായത് ഡെത്ത് പ്രസന്റിമെന്റ് ഓഫ്, ഡെത്ത് ഇതാ വരുന്നു, അയ്യോ ഇതാ ഞാൻ മരിക്കാം, ഇപ്പൊ 2 ദിവസത്തിനകം ഞാൻ മരിക്കും, ഇങ്ങനെ പ്രസന്റിമെന്റ് നേരത്തെ മുൻകൂട്ടി കാണുക, ദാറ്റ് ഈസ് സിബിലിറ്റിക്കാണ്. അതേസമയം ഡെത്ത് കൺവിഷൻ, ഞാൻ തീർച്ചയായിട്ടും മരിക്കും, എല്ലാം പ്രോപ്പർട്ടിയൊക്കെ എഴുതി വെക്കും, ഞാൻ എന്തായാലും മരിക്കും, എല്ലാം എഴുതി വെക്കാം, ദാറ്റ് ഈസ് അതാണ് ട്രൂ സിബിലിറ്റിക്ക് ഏറ്റവും ഡിസ്ട്രക്റ്റീവ്, അവരുടെ ഡിസ്ട്രക്റ്റീവ് ഡിസീസ് ആണ് മനസ്സിലാക്കിക്കൊള്ളുന്നത്. സൂയിസൈഡൽ ഡിസ്പൊസിഷൻസ് എല്ലാം സിബിലിറ്റിക്കാണ്. സൂയിസൈഡൽ ഡിസ്പൊസിഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഭയങ്കര ബ്ലീഡിങ് ആയിട്ട് ഒരു പേഷ്യന്റ് വരികയാണ്, യൂട്രൈൻ ബ്ലീഡിങ് ആയിട്ട് പേഷ്യന്റ് വരികയാണെങ്കിൽ അതിനെടുക്കാവുന്ന ഒരു മൈൻഡ് റൂബ്രിക്കാണ് സൂയിസൈഡൽ ഡിസ്പൊസിഷൻ. അവരുടെ ബ്ലഡ് എന്ന് പറഞ്ഞാണ്, അവർ ബ്ലഡ് ഉണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാനൊക്കെ ഉള്ളു. നമുക്ക് ഏറ്റവും ആവശ്യം ഹീമോഗ്ലോബിൻ ആണ്.
കാരണം നമ്മുടെ ഓക്സിജനെ ക്യാരി ചെയ്തുകൊണ്ട് പോകണം. ഓക്സിജൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാക്കൂല. ഫസ്റ്റ് നമുക്ക് ഓക്സിജൻ വേണം. അപ്പൊ ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാക്കൂല. അപ്പൊ ഹീമോഗ്ലോബിൻ ആണ് അത് ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പൊ അത് വേണ്ട എന്ന് പറയുക. ബ്ലഡ് എന്ന് പറയുന്നത് ക്യാരി ചെയ്യുന്ന ഒരു സാധനമാണ്. അത് വേണ്ട എന്ന് ആഗ്രഹിക്കുക എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ ആഗ്രഹിച്ചെങ്കിലേ ബ്ലീഡിങ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സൂയിസൈഡൽ അവരെ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന കാര്യമാണ് സൂയിസൈഡൽ ഡിസ്പൊസിഷൻ. ഫിയർ ട്രെമുലസ് അതും ഒരു സിഫിലിറ്റിക് ആയിട്ടുള്ള ഓട്ടോഇമ്യൂൺ റൂബ്രിക്കാണ്. ഒരു ഡെലീരിയസ് സ്റ്റേറ്റ് ആണ്. എന്നുവെച്ചാൽ ആ പേഷ്യന്റ് ഇപ്പൊ അമ്മ ഫിയർ ട്രെമുലസ് ഒരു കേസ് ഏതോ ഒരു ഡയബറ്റിക് ടൈപ്പ് 1 ഡയബറ്റിക് ആയിരുന്നു. ഒരു കൊച്ചുകുട്ടിക്ക് ടൈപ്പ് 1 ഡയബറ്റിക് ആണ്. ആ കൊച്ചിന് അമ്മയുടെ അടുത്ത പ്രഗ്നൻസി ഹിസ്റ്ററി ചോദിച്ചപ്പോ അവര് ഇങ്ങനെ കിടന്നുറങ്ങിയപ്പോ അവര് പെട്ടെന്ന് കണ്ണു തുറന്നപ്പോ ആരോ ഒരു നിഴലിങ്ങനെ നടന്നു പോകുന്നത് കണ്ട് പേടിച്ച് അവർ സ്തംഭയായിട്ടിരുന്ന് അവർക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത അത്രയ്ക്ക് പേടിച്ചു. ദാറ്റ് ഈസ് എടുക്കുന്ന റൂബ്രിക് ഇതാണ്, ഫിയർ ട്രെമുലസ്. ഇറ്റ് ഈസ് എ സിബിലിറ്റിക് റൂബ്രിക്. അത് കൊടുത്ത് അത് മെഡിസിൻ വന്ന കൊച്ചിന് വെറൈട്രൽ ബാറ്റാണ്. നല്ല കൺട്രോളായി. ആ കൊച്ചിന് മാറിയില്ല, കൺട്രോളായി. ടൈപ്പ് 1 ഡയബറ്റിക് ഒരിക്കലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഒക്കില്ല. ഇൻസുലിൻ കൊണ്ട് കൺട്രോൾ ചെയ്യാമെന്നാണ് പറയുന്നത്. പക്ഷെ സാറ് ചെയ്ത ഒരു കേസാണ്. അതുപോലെ ഹേറ്റഡ് പേഴ്സൺസ് ഒഫൻഡഡ് ടു ഹിം. അവനെ ഒഫൻഡ് ചെയ്ത പേഴ്സണെ വെറുക്കുക എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക എന്നുള്ളൊരു തോന്നലാണ്, ഡിസ്ട്രോയ് ചെയ്യുക. ദാറ്റ് ഈസ് സിവിലിറ്റിക് റൂബ്രിക്കാണ്. അതേസമയം അവേർഷൻ ടു ഹസ്ബൻഡ്, വെറുപ്പ്, അടുപ്പിക്കാൻ തോന്നില്ല, പക്ഷെ നശിപ്പിക്കണമെന്നില്ല, അവേർഷൻ ഉണ്ടെന്നേ ഉള്ളു. അത്രയും സിവിലിറ്റിക് അല്ല. സിവിലിറ്റിക് റൂബ്രിക്കാണ്, പക്ഷെ ഡിഗ്രി കുറഞ്ഞ സിവിലിറ്റി ആണ്. അത് ഒറ്റ റെമഡിയേ ഉള്ളു, ദാറ്റ് ഈസ് സെപ്പിയാണ്. പിന്നെ മോർട്ടിഫിക്കേഷൻ, എയിൽമെന്റ്സ് ഫ്രം മോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ കൊല്ലുന്നതിന് സമയം നമ്മളൊരു മോർട്ടിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊരു ശവം പോലെ ആവുക. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. അതൊരു സിവിലിറ്റിക് റൂബ്രിക്കാണ്. അതുപോലെ ഡെലൂഷൻ, ഡെലീറിയസ് ആയിട്ടുള്ള ഡെലൂഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് പാർക്കിൻസൺസ് ഡിസീസ്, ന്യൂറോ ഫൈബ്രോമാറ്റോസിസിനൊക്കെ ഉപയോഗിക്കുന്ന റൂബ്രിക്കാണ് ഡെലൂഷൻസ്, ഡെലീറിയസ്. പിന്നെ ട്രാൻസ് ഒരു ഫീലിംഗ് ആണ്, ട്രാൻസ് ഫീലിംഗ്, ഈ ലോകത്തെ അല്ല എന്നുള്ളൊരു ഫീലിംഗ്. ദാറ്റ് ഈസ് ട്രൂത്ത് സിബിലിസ് ആണ്. അതുപോലെ ഹങ്കർ അഗ്രിവേഷൻ, സോറോസിബിലിറ്റിക് റൂബ്രിക്കാണ്. അതേസമയം ബുലീമിയ എന്ന് പറയുന്ന വിശപ്പ് താങ്ങാനേ പറ്റില്ല. ഒരു പേഷ്യന്റ് ഇവിടെ എൻ്റെ അടുത്ത് വന്നാണ്. അയാള് 45 വയസ്സുള്ള, അയാൾക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യാനേ ഒക്കുന്നില്ല. തിന്നു കഴിഞ്ഞാൽ ഉടനെ വീണ്ടും വേണം, അല്ലെങ്കിൽ വിറയ്ക്കാണ് അയാള്. ഡയബറ്റിക് 300-400 ഒക്കെ നിൽക്കുന്നത്. ഞാൻ ഭയങ്കര ഹൈ സ്പീഡാണ് അയാളെ, എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്പീഡാണ്, ഭയങ്കര വയലന്റ് നേച്ചറാണ്. ഞാൻ കൊടുത്ത ടറന്റുല ഹിസ്പാനിക്ക സിംഗിൾ ഡോസ് ആണ്, 200 കൊടുത്ത്, ഇതും കൊടുത്ത്, പിന്നെ നാട്രം സൾഫാറ്റും കൊടുത്തു 6x. പക്ഷെ കംപ്ലീറ്റ് അയാളുടെ ആ ബുലീമിയ അങ്ങ് മാറി, ഷുഗറും കൺട്രോളായി. അത് നല്ലൊരു കേസായിരുന്നു, നല്ലൊരു രസമുള്ള കേസായിരുന്നു. പിന്നെ ടരന്റുല കൊടുക്കാൻ ഇതാണ്, ഇത് ബുലീമിയ എടുത്തു. പിന്നെ ഈ സ്പീഡ് ഭയങ്കര ഇതാണ്, വയലന്റ് നേച്ചറാണ് അയാള്, ഭയങ്കര വയലന്റ് ആണ്. അയാളെ ഭാര്യയൊക്കെ അയാള് ഒരുപാട് ഉപദ്രവിക്കും. അത്രയും വയലന്റ് ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് അയാളുടെ. അത് വെച്ചിട്ടാണ് ടറന്റുല വന്നത്. അങ്ങനെയുള്ള ഒരു പേഷ്യന്റ് സ്ലോ ആണെങ്കിൽ എന്ത് ചെയ്യും? സ്ലോ ആണെങ്കിൽ ഇങ്ങനെ വരത്തില്ലല്ലോ, ബുലീമിയ ഉണ്ടാവൂല. പക്ഷെ സ്ലോ ഉള്ളവർക്ക് ഈ വിശപ്പ് സഹിക്കാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ, ഡയബറ്റിക് ആണ്, കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകിയിട്ട് ഉടനെ പറയും വയറ് കത്തുന്നു, വിശക്കുന്നു. അങ്ങനെ ഒരു പേഷ്യന്റ് ഉണ്ടെങ്കിൽ സെപ്പിയായിരിക്കും. സെപ്പിയയ്ക്ക് എപ്പോഴും എംറ്റി സെൻസേഷൻ, ഓൾ ഗോൺ എംറ്റി സെൻസേഷൻ ഓഫ് സ്റ്റൊമക്ക് ഉണ്ട്. എപ്പോഴും കഴിക്കണം. സ്ലോ ആണ്. അതാണ് ചോദിച്ചത്.
സെപ്റ്റിയ ആയിരിക്കാം. അല്ല അത് പിന്നെ അവരുടെ നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള കണ്ടീഷൻ, സൈക്കോസിബിലിറ്റി കണ്ടീഷൻ അല്ലെങ്കിൽ സിബിലിറ്റി കണ്ടീഷനിൽ ഹനിമാൻ പറയുന്ന എന്താണ്, ഫിഫ്ത് ഓഫ് ഹോറിസത്തിൽ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കണം, ജനറ്റിക് എടുക്കണം. അവരെങ്ങനെയാണ് ഈ അസുഖം വരുന്നതിന് മുമ്പ് അവരുടെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു, വില്ല് എങ്ങനെയായിരുന്നു, അവരുടെ നല്ല സ്ട്രോങ് വില്ലുള്ള പേഴ്സൺ ആയിരുന്നു, അതാ വീക്ക് വില്ലാണ്, അത് ലോസ് ഓഫ് വില്ലാണ്. ഇത് നമ്മൾ വില്ലെടുക്കണം. ഇന്റലക്ച്വൽ ലെവൽ എങ്ങനെയാണെന്ന് നോക്കണം. പിന്നെ അവരുടെ മോറൽ ഫീലിംഗ് എങ്ങനെയാണെന്ന് നോക്കണം. അവരുടെ സോഷ്യൽ ആൻഡ് ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, എക്സ്ട്രോവർട്ടാണ് ഇൻട്രോവർട്ടാണ്, സ്പീഡ് കുറവാണ് സ്പീഡ് കൂടുതലാണ്, ഫിസിക്കൽ നേച്ചർ എങ്ങനെയാണെന്ന് നോക്കണം. ഇതെല്ലാം നോക്കിയിട്ടായിരിക്കണം മെഡിസിൻ എടുക്കേണ്ടത്. അവരുടെ സെക്സ്വൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് നോക്കണം. അവരുടെ ഏത് ഏജ് ആണെന്ന് നോക്കണം. ഇത് അത്രയും നോക്കിയിട്ടായിരിക്കണം നമ്മൾ മെഡിസിൻ സെലക്ട് ചെയ്യേണ്ടത്. മെഡിസിൻ സെലക്ഷൻ ഭയങ്കര, നമ്മുടെ ഹോമിയോപ്പതിയാണ് ഏറ്റവും ഡിഫിക്കൽട്ട് മെഡിസിൻ സെലക്ഷൻ. കറക്റ്റ് അല്ലെങ്കിൽ സിമിനോ അല്ലെങ്കിൽ ആക്ഷൻ ഇല്ല. സിംഗിൾ മെഡിസിൻ കൊടുത്തിട്ട് നമുക്ക് ആക്ഷൻ കിട്ടത്തില്ല. അതാണുള്ള ഒരു കുഴപ്പം. പിന്നെ ഞാന് നമ്മളിപ്പോ പേപ്പറിൽ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അതില് ഞാൻ ചെന്താമര ഒരുത്തണ്ടല്ലോ, ഒരു ഫാമിലിയിലെ മൊത്തം അച്ഛനെയും അമ്മയൊക്കെ കൊന്ന് 2 പെമ്പിള്ളേർ മാത്രമേ ഇപ്പൊ ബാക്കിയുള്ളൂ. ഒരു ക്രിമിനലുണ്ടല്ലോ, അയാൾക്ക് ഒരു ഇത് ഫീലിംഗ് ഇല്ല. അയാളുടെ രൂപയ്ക്ക് ഞാൻ വെറുതെ ഒന്ന് എടുത്തു. അയാൾ പറഞ്ഞത്, ഇവരാണ് എന്നെ നശിപ്പിച്ചത്, എന്റെ കുടുംബം ഇല്ലാതാക്കിയത് ഇവരാണ്, എന്നെ നശിപ്പിച്ചവര്, അതുകൊണ്ട് ഇവര് നശിക്കണം എന്നാണ് അയാൾ ആഗ്രഹിച്ചത്. അത് എടുത്ത റൂബ്രിക്ക് ഞാൻ എടുത്തത് ഡെലൂഷൻ ഡൂംഡ് ബി, ഞാൻ നശിച്ചു, എന്നെ അവര് നശിപ്പിച്ചു, അതുകൊണ്ട് ഇനി അവരാരും ജീവിച്ചിരിക്കണ്ട. അതുകൊണ്ട് അയാൾ ബ്രൂട്ടാലിറ്റി, മോറൽ ഫീലിംഗ്, വാണ്ട് ഓഫ് മോറൽ ഫീലിംഗ്. അയാൾക്ക് ഒരു സങ്കടവും ഇല്ല, അയാളെ പിടിച്ചോണ്ട് ഒരു ഫീലിംഗും ഇല്ലാതെ നിൽക്കുന്നു. പിന്നെ ഇൻസാനിറ്റി, റിലീജിയസ്, അയാൾക്ക് ഭയങ്കര റിലീജിയസ് ഇൻസാനിറ്റിയാണ്, ഒരു ഭ്രാന്ത് പോലെയാണ്. ഇങ്ങനെ പോയി ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് പോയി ജോത്സ്യന്മാരെ കാണുകയാണ്. ഇങ്ങനെ റിലീജിയസ് ഇൻസാനിറ്റിയാണ്. റിലീജിയസ് അഫഷൻ ടു ഓക്യുപ്പൈഡ് വിത്ത് റിലിജിയൻ ഫനാറ്റിസം, അതിലിങ്ങനെ കടിച്ചു തൂങ്ങിക്കിടക്കുകയാണ്. ആ ഫനാറ്റിസമാണ് അയാൾ അതിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത്. ഇത് ഇത്ര എടുത്തപ്പോഴത്തേക്ക് വന്ന മെഡിസിൻ സ്ട്രമോണിയം 200 അയാൾക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ അയാള് ഈ ഫീലിംഗ് അങ്ങ് മാറിക്കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ അതല്ല, കഷായം ഗ്രീഷ്മയുണ്ടല്ലേ, അവളുടെ റൂബ്രിക്ക് ഞാൻ എടുത്തു നോക്കിയായിരുന്നു. അവളാണെങ്കിൽ ഡിസീറ്റ്ഫുൾ ഫ്രഡുലന്റ്, ഫ്രോഡാണ്, ഒരു ഫ്രോഡ്, ഡിസീറ്റ്ഫുള്ളും ആണ് അതേസമയം ഫ്രോഡും ആണ്. പിന്നെ മോറൽ ഫീലിംഗ്, വാണ്ട് ഓഫ് മോറൽ ഫീലിംഗ്, ക്രിമിനൽ വിത്തൗട്ട് റിമോഴ്സ്, ഒരു പശ്ചാത്താപവും ഇല്ല, വിത്തൗട്ട് റിമോഴ്സ് ആണ്. അവൻ കിടന്നിട്ട് ഈ കഷായം കൊടുത്ത് അവനെ കൊല്ലാൻ അവിടെ ആശുപത്രി കിടന്നിട്ട്, അയ്യോ നിനക്ക് എന്ത് പറ്റി, അയ്യോ നീ എങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ ഈ ഒരു ക്രിമിനലിനെ പോലെ ഒരു പശ്ചാത്താപവും ഇല്ലാതെ, മോറൽ ഫീലിംഗേ ഇല്ല, വിത്തൗട്ട് റിമോഴ്സ്, ഡിസ്പോസിഷൻ ടു ബിക്കം എ ക്രിമിനലിനെ പോലെയാണ് ബിഹേവ് ചെയ്തത്. പിന്നെ അതാണ് ഡിസീറ്റ്ഫുൾ, ഫ്രോഡുലന്റ് ആണ്, ആസ് വെൽ ആസ് മാനിപ്പുലേറ്റീവ് ആണ്. അവനെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് അവളുടെ വരുതി കൊണ്ടുവന്നെന്ന് നോക്ക്. റെമഡി വന്നത് ലാക്കസിസും സെൻക്രിസും ആണ്. അത് ആ പെണ്ണിന് നേരത്തെ കൊടുത്തിരുന്ന ആ പെണ്ണ് ഇങ്ങനെ കാണിക്കൂലായിരുന്നു, ആ ചെറുക്കനെ കൊല്ലൂലായിരുന്നു. പിന്നെ ദിവ്യ, കണ്ണൂര് ദിവ്യയുടെ എടുത്തു. അല്ല മറ്റേ ഡെപ്യൂട്ടി കളക്ടർ അല്ല, അവളെന്താണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്തായിരുന്നല്ലേ. അവളുടെ അടുത്ത് ആ പാവം, ആ നവീൻ ബാബു ഡെപ്യൂട്ടി കളക്ടറെ കൊന്നത്, അത് എടുത്തത് ഞാൻ, അവളുടെ എടുത്തത് മലീഷ്യസ് ഇൻജുർ സമ്മൺ ഡിസേർവ് ടു, മലീഷ്യസ് ബിഹേവിയർ ആണ്. എന്ന് പറഞ്ഞാൽ കാണിക്കുന്ന ആസ് വെൽ ആസ് കണ്ടംപ്റ്റസ് ആണ്. അവള് വന്നിട്ട് സംസാരിക്കുന്ന ഇയാൾക്ക് വെറും പുച്ഛമായിട്ട് അയാളെ കണ്ടത്, അയാളെ കണ്ടം ചെയ്താണ് ആ സംസാരിച്ചത്. ഒറ്റ മെഡിസിനുള്ള ഡിസീറ്റ്ഫുൾ ആൻഡ് ഡിഫൈൻഡും എടുത്ത് ഞാൻ. ആൻഡ്രക്ടോണസ് ആണ് മെഡിസിൻ.
അതൊരു ഇതാണല്ലോ, ഒരു എന്താണ് പല്ലിയാണ് ആൻഡ്രക്ടോണസ്. ഭയങ്കര വിഷമുള്ള പല്ലിയാണ് അത്. പിന്നെ നവീൻ ബാബുവിന്റെ ഞാൻ എടുത്തു നോക്കി. നവീൻ ബാബുവിന്റെ ആ ഫേസ് ഒന്ന് ഡെലീരിയം ഫ്രൈറ്റ്ഫുൾ. അയാൾ അത് കേട്ടപ്പോഴത്തേക്ക് ഡെലീരിയം സ്റ്റേറ്റിൽ എത്തിപ്പോയി അയാൾ. എന്നിട്ട് കണ്ണാണെങ്കിൽ സ്റ്റേറിംഗ് പോയിന്റ് അറ്റോൺ, ഒരു സ്ഥലത്തോട്ട് ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുക അയാള്. അത്ര. പിന്നെ എയിൽമെന്റ്സ് ഫ്രം മോർട്ടിഫിക്കേഷൻ ആണ് സംഭവിച്ചത്. ഇത്രയും ആളുകളുടെ മുമ്പ് വെച്ച് അയാളെ ശവം പോലെ ആക്കി കളഞ്ഞു. ഇത് ഇത്രയും എടുത്തപ്പോ സ്ട്രമോണിയാണ് അയാൾക്കും വന്നത്. പിന്നെ ഒരു ഉണ്ട്, ആരാണെന്ന് പറയുന്നില്ല, നിങ്ങൾ ഊഹിച്ചെടുത്തോണ്ടാ മതി. അയാളുടെ ബിഹേവിയർ എന്ന് പറയുന്നത് അമോറസ് ആണ്, ലവ് പെർവേഴ്സിറ്റി, സെക്ഷൽ ലവ് ആണ് അയാളുടെ, ബൊയാൻസി ആണ്, മോറൽ ഫീലിംഗ്, വാണ്ട് ഓഫ് മോറൽ ഫീലിംഗ് ഇതൊന്നുമില്ല, ഡിസീറ്റ്ഫുള്ളും ആണ്. ഫ്ലൂറിക്കകത്തിട്ടാണ് അയാളുടെ മെഡിസിൻ തന്നെ. ആരാണെന്ന് ഊഹിച്ചെടുത്തോണ്ടാ മതി. പിന്നെ ഒരു ഫിലിം സ്റ്റാർ ഉണ്ട്, അതിന്റെ ഞാൻ റൂബ്രിക് എടുത്ത് മാനിപ്പുലേറ്റീവ്, മലീഷ്യസ്, hatred persons offended him, mocking and sarcasm, മെഡിസിൻ വന്ന ലാക്കസിസ്. എനിക്കതൊരു രസമാണ്, എനിക്ക് ഇങ്ങനെ ചുമ്മാന്ന്. പിന്നെ ഇപ്പൊ ഒരു പാട്ടുകാരനുണ്ടല്ലേ, അവന്റെ റൂബ്രിക് ഞാൻ എടുത്ത്. അവന്റെ അടുത്ത ഡ്രഗ്സ്, ഡിസയർ, സൈക്കോട്രോപിക് ഡ്രഗ്സ്, ഡിസയർ ഫോർ, ഡെലൂഷൻ, അവന്റെ തോന്നൽ എന്താണ്, ഔട്ട്കാസ്റ്റ്, ഔട്ട്കാസ്റ്റഡ്, അവനെ എല്ലാരും തള്ളിക്കളഞ്ഞു, അതുകൊണ്ട് അവൻ ഡിഫൈൻഡ്. പിന്നെ അവന്റെ ഡാൻസിങ് എന്നൊരു വൈൽഡ് ഡാൻസിങ് ആണ്, സിംഗിങ് ഒരു വൈൽഡ് സിംഗിങ് ആണ്. അതും മെഡിസിൻ വന്ന ആൻഡ്രക്ടോണസ് ആണ്. പിന്നെ ഒരു പൊടി കൊച്ചന ഇത് ചെയ്തല്ലേ കൊച്ചൻ, പീഡോഫീലിയ, അത് ഞാൻ എടുത്തായിരുന്നു. പീഡോഫീലിയയുടെ ക്രോസ് റെഫറൻസ് എന്ന് പറയുന്നത് ഒബിസിൻ ല്യൂഡ് മാൻ സെർച്ചിങ് ഫോർ ലിറ്റിൽ ഗേൾസ്. അത് മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റിക്കം, ഫോസ്ഫറസ്, പ്ലാറ്റിന, വെറേറ്റം. അവന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഫീച്ചേഴ്സ് എടുത്താൽ ടോൾ ഷാർപ്പ് ഫീച്ചേഴ്സ് ആണ്, ഭയങ്കര ഹൈറ്റ് ഷാർപ്പാണ് എല്ലാ ഫീച്ചേഴ്സ്. പിന്നെ പെർവേർട്ടഡ് സെക്ഷൽ ബിഹേവിയർ ആണ്, സിവിലിറ്റിക്കാണ്. പെർവേർട്ടഡ് സെക്ഷൽ ബിഹേവിയർ സിവിലിറ്റിക്കാണ്. അവന്റെ മെഡിസിൻ ഒരുവിധ ഒന്നെങ്കിൽ ഫോസ്ഫറസ് ആയിരിക്കും. ഫോസ്ഫറസ് സിവിലിറ്റിക്ക് ആയി കഴിയുമ്പോഴത്തേക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് ബിഹേവിയർ കാണിക്കുന്നത്. ഫോസ്ഫറസ് ആകാൻ ചാൻസ്, അല്ലെങ്കിൽ പ്ലാറ്റിനയാണ്, പ്ലാറ്റിന അല്ല ഫോസ്ഫറസ് ആയിരിക്കും. ഇങ്ങനെയാണ് ഞാൻ ഇത് ചുമ്മാ മെഡിസിൻ എടുക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ്. സമയമായോ? ഞാൻ പറയാം. പിന്നെ ഇപ്പോഴത്തെ പിള്ളേരുടെ റൂമിലേക്ക് പ്ലേയിങ് ഡിസേർട്ട് പ്ലേ നിൻറ്റെൻഡോ, പ്ലേയിങ് കാർഡ്സ് പോലെ എപ്പോഴും ഈ മൊബൈലില് കാർഡ് കളിക്കുന്ന പോലെയാണ് അവർ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ ആഴ്സനിക്ക്, ബിഫോർ ആണോ നല്ലൊരു റെമഡിയാണ് കേട്ടോ. ഈ ഇത് മാറ്റാനായിട്ട്, ഇങ്ങനെ മൊബൈൽ അഡിക്ഷൻ മാറ്റാൻ നല്ലൊരു റെമഡിയാണ് ബിഫോർ ആണ്. ഞാനും കൊടുത്ത റിസൾട്ട് കിട്ടിയതാണ്. കാൽക്കേരിയ, നക്സോമിക്ക, സൈലീഷ്യ, ടാറന്റുല. ടാറന്റുലയും നല്ല റെമഡിയാ, ടാറന്റുല ഹിസ്പാനിക്ക, ആന്റി ട്യൂബർക്കിളിന്. പിന്നെ കമ്പ്യൂട്ടർ, ലവ് ഫോർ കമ്പ്യൂട്ടർ, എപ്പോഴും മൊബൈൽ, അതും വേണമെങ്കിൽ എടുക്കാം. അതിലും വരുന്നുണ്ട് സൈലീഷ്യ, സൾഫ്യൂറിക് ആസിഡ്, ബ്യൂഫോർ ആണ്, കനാബിസ് ഇൻഡിക്ക, കാലിബ്രോ, മെർക്കൂറിയസ്, സൾഫർ ആൻഡ് സിങ്ക്. പിന്നെ പൊട്ടൻസി ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. ബിഫോർ ആണ് 200. അനിതാസോമ ഡോക്ടർ എല്ലാം 200 ഒരു ഡോസ് ഒക്കെയാണ് കൊടുക്കുന്നത്. ഞാൻ അങ്ങനെയാ കൊടുക്കുന്നത്. പിന്നെ അത് പിന്നെ ഒണ്ണമിലേക്കൊക്കെ പോവായിരിക്കും. പിന്നെ കേസ് മാറ്റം ഉണ്ടെങ്കിൽ പിന്നെ ഒണ്ണമിലൊന്നും പോവില്ല. സിംഗിൾ ഡോസ് കൊടുക്കും. പിന്നെ ഒറ്റ ഡോസ് കൊടുക്കും. എത്ര ദിവസം?
അന്ന് വരുമ്പോ വായിൽ ഒഴിച്ചു കൊടുക്കും. കൊച്ചുകുട്ടിയാണെങ്കിൽ ഞാൻ പൊടിയിൽ ചേർത്തങ്ങ് കൊടുത്തു വിടും. എത്ര ദിവസം കഴിഞ്ഞ് വെയിറ്റ് ചെയ്യും? എത്ര ദിവസം വരെ വെയിറ്റ് ചെയ്യും? വെയിറ്റ് ചെയ്യുന്ന 1 മാസം വരെ വെയിറ്റ് ചെയ്യും. 200 ഒരു ഡോസ് കൊടുത്തിട്ടാ? എന്നിട്ട് PL BT ആകെയെല്ലാം കൊടുക്കും. SL പൊടിയൊക്കെ പൊതിഞ്ഞങ്ങ് കൊടുക്കും. നമുക്ക് മെഡിസിനെ പറ്റി പഠിക്കാൻ കൊള്ളു ഡോക്ടറെ. ഞാൻ അങ്ങനെയാണ് ഹോമിയോപ്പതി മെഡിസിനെ പഠിക്കുക എന്നുള്ളതാണ് എന്റെ ഇത്. ഭയങ്കര റിസൾട്ടാ, നല്ല റിസൾട്ടാ. കറക്റ്റ് നമ്മുടെ ഹോമിയോപ്പതി മെഡിസിൻ സിംഗിൾ മെഡിസിൻ മതി. ഹരിമാൻ പറഞ്ഞ സത്യം തന്നെയാണ്. ഞാൻ അത് പ്രൂവ് ചെയ്തോണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ. പിന്നെ അനോറക്സിയ നെർവോസ ഗ്രീഫ് ഫ്രം, സങ്കടം കൊണ്ട് ആള് ക്ഷീണിച്ച് വരികയാണെങ്കിൽ ഒറ്റ റെമഡി അവിടെ പൾസാരില്ല. ആൻസറിങ് നോഡിങ് ബൈ, എപ്പോഴും ഇങ്ങനെ എന്താണ് ആൻസർ പറയുന്നത്, ഇങ്ങനെ എപ്പോഴും നോഡ് ചെയ്തോണ്ടിരിക്കും. എനിക്ക് കിട്ടിയത് ഒരു ചെറുക്കൻ വന്നിട്ട് ചോദ്യം ചോദിച്ചാ ഒന്നും മിണ്ടില്ല. ഇങ്ങനെ തന്നെ പറയും. നമ്മള് ഇയാൾക്ക് വായില്ലേടേ, ഒന്നും സംസാരിക്കില്ലേ, ഇങ്ങനെ ഇരിക്കുള്ളൂ. പൾസാരില്ല അവിടുത്താണ് മാറ്റിയത്. ഇതൊക്കെ സിംഗിൾ റെമഡി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. നോഡിങ് ബൈ. പിന്നെ ആൻസറിങ് മോണോസിലബിൾസ് യെസ് ഓർ നോ പറയുന്നതും പൾസാരില വരുന്നുണ്ട്. അർജന്റമേറ്റ് ഉണ്ട്, സൈലീഷ്യ ഉണ്ട്, ട്യൂബർക്കുലിനുണ്ട്, സിങ്കമേറ്റ് ഉണ്ട്. ക്ലോത്ത് ലൂസൻസ്, വസ്ത്രം ഇറിക്കിടന്ന ഭയങ്കര ആൻസൈറ്റി ഉണ്ടാവും. ഓപ്പൺ വിൻഡോസ് മസ്റ്റ് ഓപ്പൺ, വിൻഡോസ് എല്ലാം തുറന്നിടണം. അത് 3 മാർക്ക് റെമഡിയാണ് പൾസാരില. പിന്നെ നക്സോമിക്കയും സൾഫറും ഉണ്ട്. പിന്നെ ആൻസൈറ്റി നോയിസ് ഫ്രം, ഭയങ്കര സൗണ്ട് കേട്ടിട്ട് ആൻസൈറ്റി ഉണ്ടാകുകയാണെങ്കിൽ പൾസാരിലയും സൈലീഷ്യയാണ്. പിന്നെ പൾസാരിലേക്ക് പിന്നെ അബോർഷൻ, മാരേജിനോട് വെറുപ്പ്. ഇപ്പോഴത്തെ പിള്ളേർക്ക്, പെൺപിള്ളേർക്കും ആൺപിള്ളേർക്കും ഒക്കെ മാരേജ് വെറുപ്പല്ലേ, അത് പൾസാരില നല്ല റെമഡിയാണ് പെൺപിള്ളേർക്ക്. ആൺപിള്ളേർക്ക് ഏതാണ് നോക്കണം. അവളുടെ അതിന് ബിഹേവിയറിൽ കാരണം അന്വേഷിക്കണം നമ്മള്. പിന്നെ അബോർഷൻ ടു ഹിസ് വൈഫ്, വൈഫിന് വെറുപ്പാണ്. ഹസ്ബൻഡിനെ വെറുപ്പ് സെപ്പിയാണ്. അതേസമയം വൈഫിനെ വെറുപ്പാണെങ്കിൽ ഫ്ലൂറിക് ആസിഡ് ആണ്. പിന്നെ ആൾസ് ഉണ്ട്, നാട്രം സൾഫ് ഉണ്ട്, പ്ലാറ്റിനം ഉണ്ട്, പൾസാരില ഉണ്ട്, സ്റ്റാഫിയ ഉണ്ട്. പക്ഷെ 3 മാർക്ക് ഫ്ലൂറിക് ആസിഡ് ആണ്. അബോർഷൻ വിമൻ ടു മെന്നിൻ, ആണുങ്ങൾക്ക് സ്ത്രീകളെ വെറുപ്പാണ്. വിത്ത് ഹോമോസെക്ച്വാലിറ്റി, പുരുഷനോട് ബന്ധപ്പെടുന്നു. അതെന്ന് പറയുന്ന മെഡിസിൻസ് പ്ലാറ്റിന, ഫോസ്ഫറസ്, പൾസാരില, സ്റ്റാഫിയാണ്. പിന്നെ പ്ലാറ്റിനം ലാസ്റ്റ് പറഞ്ഞ പ്ലാറ്റിന ഏതാണ് പറഞ്ഞ അബോർഷൻ അല്ലേ? അല്ല പിന്നെ ഹോമോസെക്ഷൽ മെയിൽ. അത് തന്നെ, ഹോമോസെക്ച്വാലിറ്റി വിത്ത് മെയിലിനാണ് പ്ലാറ്റിനം, ഫോസ്ഫറസ്. ഈ സിവിലിറ്റി സ്റ്റേജിലാകുമ്പോ നേരെ ഓപ്പോസിറ്റ് ആവും, സ്വഭാവം എല്ലാം നേരെ ഓപ്പോസിറ്റ് ആവും. പൾസാരില, സ്റ്റാഫി, അതില് നല്ല റെമഡി എന്ന് പറഞ്ഞാൽ ഫോസ്ഫറസും പ്ലാറ്റിനും നല്ല റെമഡിയാണ്. പൾസാരില സൈക്കോസിബിലിറ്റിക്ക് ആണ്. പൾസാരിലയും കുറച്ചുകൂടെ ആക്ട് ചെയ്യും. സ്റ്റാഫി പാടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ അറിഞ്ഞൂടാ. സ്റ്റാഫി എനിക്ക് അങ്ങനെ കൂടുതൽ കേസ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് സ്റ്റാഫിയെ പറ്റി അത്ര പിടിയില്ല. പിന്നെ അനാർക്കിസ്റ്റ് ബിഹേവിയർ, എല്ലാത്തിനും എതിർക്കാനുള്ള ബിഹേവിയർ ഉള്ളത് അർജന്റൻ നൈട്രിക്കം, കോസ്റ്റിക്കം, മെർക്കൂറിയസ്. ഈ 3 മെഡിസിൻ ആണെങ്കിൽ എല്ലാത്തിനെയും അനാചാരങ്ങളെല്ലാം എതിർക്കാനുള്ള സ്വഭാവം. കോസ്റ്റിക്കും മെർക്കൂറിയസും അർജന്റൻ നൈട്രിക്കം. പിന്നെ 1 മാർക്ക് റെമഡീസ് കാലികാർബ്, സെപ്പിയ, സ്റ്റാഫി, തൂജ. അബോർഷൻ ടു ഫാമിലി മെമ്പേഴ്സ്, മെമ്പർ ഓഫ് ദി ഫാമിലി മൊത്തം വെറുക്കുന്നത്
വെറുപ്പ് ആണെങ്കിൽ കാലീസ് എല്ലാം വെറുക്കും, കാൽക്കേരിയം വെറുക്കും, കാൽക്കേരിയ സൾഫ് വെറുപ്പ്, ക്രോട്ടാലസ് ഫോറിഡസ്, ഫ്ലൂറിക് ആസിഡ്, അരേനിയ ഡയാഡിമ, മെർക്കൂറിയസ്, സെപ്പിയ, നാട്രം കാർബ്, ലൈക്കോപോഡിയം പ്ലാറ്റിന. പിന്നെ ചിലർക്ക് സെക്ഷൽ എക്സസ് കൊണ്ട് ഇൻസാനിറ്റി ഭ്രാന്ത് വരികയാണെങ്കിൽ വരുന്ന മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ എപ്പിസ്, ലാക്ടസിസ്, ഫോസ്ഫറസ്, ലില്ലിയൻ ടിക്ക്, സ്റ്റാഫി. പിന്നെ ചിലർക്ക് ഹിസ്റ്റീരിയ, ടീത്ത് പെയിൻ, പല്ലുവേദന വന്നിട്ട് ചിലരും ഉണ്ടല്ലോ ഭയങ്കര വേദനയാണ് പല്ലുവേദന, ഇവിടെ പേര് വരും. വിത്ത് പെയിൻ ആണെങ്കിൽ ഇഗ്നേഷ്യൻ സെപ്പിയാണ് കേട്ടോ. ഇഗ്നേഷ്യൻ നല്ലൊരു റെമഡിയാണ്. ഹിസ്റ്റീരിയ പോലെ കാണിക്കും, അത്രയും ഭയങ്കര ബോധം കെട്ട് വീഴും ചിലപ്പോ പെയിൻ കൊണ്ട്. അത് ഇഗ്നേഷ്യയാണ് നല്ല റെമഡി. അണ്ടർടേക്കിംഗ് ന്യൂ തിങ്സ് കനോട്ട് അണ്ടർടേക്ക് ന്യൂ തിങ്സ്. പുതിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എടുക്കാനും പറ്റുന്നില്ല. അത് ഒറ്റ റെമഡിയുള്ളു, ലൈക്കോപോഡിയ. പിന്നെ കണ്ടംജസ് റിലേഷൻസ് ഫോർ, ഈ റിലേഷൻസ് എല്ലാം കണ്ടം ചെയ്യുക, ബാൻ ചെയ്യുക. ചെയ്യുന്നത് സിക്കേൽക്കോറും പ്ലാറ്റിനക്കാരാണ്. ഇപ്പൊ രണ്ടൊരു റിലേഷൻഷിപ്പ് ഭാര്യ ഭർത്തൃ റിലേഷൻഷിപ്പ്, സഹോദരൻ സഹോദരി റിലേഷൻഷിപ്പ്, അമ്മ മകൾ അല്ലെങ്കിൽ അച്ഛൻ മകൻ അച്ഛൻ മകൾ റിലേഷൻഷിപ്പ് കണ്ടം ചെയ്യുക, കട്ട് ചെയ്യുക എന്ന് പറയുന്നത് സിക്കേൽക്കോറും പ്ലാറ്റിനയാണ്. സിക്കേൽക്കോറ് നല്ല റിസൾട്ടാണ് കേട്ടോ. ഡെലീരിയം, നേക്കറ്റ് ഇൻ ഡെലീരിയം വാണ്ട്സ് ടു ബി, അതെനിക്കൊരു കേസ് കിട്ടിയിട്ടുള്ളതാണ്. ഒരു ഡെലീരിയം സ്റ്റേറ്റ് ആണ്. ഇവ അച്ഛന്റെ മുമ്പ് ഒരു പെണ്ണ് നേക്കറ്റായിട്ട് ഇരിക്കുക. അങ്ങനത്തെ ടൈപ്പുകളുണ്ടോ? ഹയോസിയാമസ് കൊടുത്തിട്ടാണ് 50 CM വരെ കൊടുത്തു, കംപ്ലീറ്റ് മാറി. അത് വേറെ ഉണ്ട്, ബെൽഡോണ ഉണ്ട്, ഹയോസിയാമസ് ഉണ്ട്, സിക്കേൽക്കോർ ഉണ്ട്, മെർക്കൂറിയസ് ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്. പിന്നെ ചിലർ അറിയില്ല, വാക്കിംഗ് വെൽവെറ്റ് ആണ്, വെൽവെറ്റിന്റെ പുറത്തൂടെ നടക്കുന്ന പോലുള്ള ഫീലിംഗ് വയസ്സായ ചില ആളുകൾ വന്ന് പറയും. അത് സിക്കേൽക്കോർ ആണ് കേട്ടോ. ലീൻ തിൻ പേഴ്സൺ ആണെങ്കിൽ സിക്കേൽക്കോർ കൊടുത്താൽ മതി. പിന്നെ മോക്കിംഗ് റിലേറ്റീവ്സ്, അറ്റിഹിസ്മിന്റെ റിലേറ്റീവ്സിനെ കളിയാക്കുക, അതും സിക്കേൽക്കോർ. ഒറ്റ മെഡിസിനേ ഉള്ളു സിക്കേൽക്കോർ. 20 നമുക്ക് തീർന്ന നിർത്താമോ? ഓ എന്തായാലും അനിതാസോമൻ ഡോക്ടർ ഒന്ന് തകർത്തു. എന്താ ഞാൻ കുറച്ച് അനുഭവങ്ങൾ പറയാം, കാരണം എനിക്ക് ഇതൊക്കെ കിട്ടിയതാണ്, നല്ല റിസൾട്ടുകളാണ്, നല്ല രസമാണ്. എന്തായാലും തകർത്തു. കാരണം മറ്റേ എന്താണ്, നമുക്ക് ചികിത്സിക്കണ്ടെങ്കിൽ പോലും നമ്മളെ സമൂഹത്തിലുള്ള കേസുകൾ വരെ എടുത്ത് എന്താണ് അവരെ റൂബ്രിക്ക് കണ്ടുപിടിക്കും. അങ്ങനെ എടുക്കണം, നമ്മൾ പഠിക്കുന്നത്. നമ്മളിങ്ങനെ റൂബ്രിക്ക് എടുത്ത് നോക്കണം, നമുക്ക് ഏത് മെഡിസിൻ വരും എന്ന് പറഞ്ഞ് എടുത്ത് നോക്കണം. അവരുടെ ആ അപ്പിയറൻസ്, ഫിസിക്കൽ അപ്പിയറൻസ് എല്ലാം നോക്കി എടുക്കണം. നമുക്ക് പഠിക്കാം. കാരണം ഇനി ഇതുപോലൊരു കേസ് നമുക്ക് അടുത്ത് വന്നാൽ നമുക്ക് അത് കൈകാര്യം ചെയ്യാമല്ലോ. അതാണ് എന്തായാലും അതിനോട് കാണിക്കുന്ന ആ ഒരു ആത്മാർത്ഥത, അത് വളരെ സമ്മതിച്ചെന്നേ പറ്റൂ. ഇത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാനും റൂബ്രിക്കുകള് പുറത്തിണക്കി എടുക്കാനും അത് എല്ലാം കറക്റ്റായിട്ട് ഇത് ഏത് മയാസത്തിലാണ് വരുന്നതെന്നും ഒക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഇത്ര മറ്റ് ആർക്കും പറ്റാത്ത ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് നമ്മൾ ശ്രമിച്ചാൽ പറ്റാത്ത ഒന്നുമില്ല ഡോക്ടറെ, നമ്മൾ ശ്രമിക്കണം, നമ്മൾ ഡെഡിക്കേറ്റഡ് ആകണം, അതിനോട് നമ്മൾ പാഷൻ വരണം. അത് നമുക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അതാണ് കുഴപ്പം. ഇനി 2 പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ജയലളിത ഡോക്ടർ ആദ്യം ക്ഷണിക്കാം. ജയലളിത ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ. ഡോക്ടറെ നല്ല സെഷനായിരുന്നു, സൂപ്പർ. അയ്യോ
അതില് നമ്മുടെ നിത്യേനയുള്ള കേസ് ക്ലിനിക്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു തന്നത്. അത് സിമ്പിൾ ആയിട്ട് നല്ല അസലായിട്ട് പറഞ്ഞു തന്നു. ഇനിയും പ്രതീക്ഷിക്കണം കേട്ടോ ഇതുപോലെ തന്നെ നല്ല രസം. എനിക്ക് ഒരു കൊച്ചു പയ്യൻ ഈ മൊബൈൽ കളിച്ച് അതിൽ ഗെയിം കളിക്കും. ഈ ഗെയിം കളിച്ച് ഓപ്പോസിറ്റ് സൈഡിലെ ആൾക്കാര് ഫെയിൽ ആവുമ്പോഴോ അല്ലെങ്കിൽ ഇവൻ ഫെയിൽ ആവുമ്പോഴോ ഇവന് ദേഷ്യം വരും. ദേഷ്യം വന്ന് ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നു. രാത്രി ഉറങ്ങാൻ ലേറ്റ് ആവുന്നു. അതാണ് കേസ്. അപ്പൊ ഇതെടുത്താ മതി ഡോക്ടറെ. ഈ പ്ലേയിങ് അത് എടുക്കുക, ഒരു റൂബ്രിക് എടുക്കുക. പിന്നെ അബ്യൂസീവും കൂടെ എടുത്താൽ കറണ്ടിലായിരിക്കും മിക്കവാറും വരുന്നത്. അതോ ഇനി ബിഫോർ ആണോ എന്തോ എനിക്കറിയില്ല. ല്ല ഇതുമല്ല, എന്താണ് ബംഗാറ അങ്ങനെ ഒരു മെഡിസിൻ ഇല്ലേ? ബംഗാരെ PUNGARA. മറ്റേ ഇതില് റഡാറിലുണ്ട് ഡോക്ടർ. ഏത് സിന്തസിസിൽ റഡാറിലൊക്കെ കിടപ്പുണ്ടത്. എനിക്കറിയാൻ വയ്യ. അങ്ങനെ നമുക്ക് അറിയാവുന്ന മെഡിസിൻ എടുത്താൽ മതി ഡോക്ടറെ. നമ്മളതില് നോക്കിയിട്ട് നോക്കട്ടെ, ഞാൻ എടുത്തു നോക്കാം. പിന്നെ നോക്കാം ഡോക്ടറെ, സമയം കളയണ്ട. രണ്ടുപേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നമ്പർ ഇട്ടോളൂ. ആ സ്വഭാവം ഉണ്ടോന്ന് നോക്ക്. ടറന്റുല എപ്പോഴും ഭയങ്കര ഈ മ്യൂസിക് ഒക്കെ കേട്ട് കഴിഞ്ഞാലേ, അതും അടിപൊളി മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ, ഈ വേടന്റെ പോലത്തുള്ള മ്യൂസിക് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ പ്രാന്ത് പോലെ ആവും. അതൊന്നുമില്ല. ആ പയ്യന്റെ അച്ഛൻ സൂയിസൈഡ് ചെയ്തത് ഇവൻ കാണുകയും ചെയ്തു റീസെന്റ് ആയിട്ട്. അത് ശരി. അപ്പൊ അത് സിബിലിറ്റിക്ക് ആണല്ലോ, ഫുൾ സിബിലിറ്റിക്ക് ആണല്ലോ. അപ്പൊ ഒന്നുകിൽ ബീഫോ അല്ലെങ്കിൽ ടറന്റുല. ബീഫോയ്ക്ക് മാസ്റ്റർബേഷൻ കാണും കേട്ടോ. ബീഫോയ്ക്ക് അങ്ങനെ കുഴപ്പമുണ്ട്. കൊച്ചുകുട്ടിയാണ്. മാസ്റ്റർബേഷൻ ചെയ്യുന്നു ഡോക്ടറെ. ആര് പറഞ്ഞു ഇല്ലെന്ന്? ആര് പറഞ്ഞു? അപ്പൊ ബ്യൂഫോ അല്ലെങ്കിൽ ടറന്റുല നോക്കണോ അല്ലെ? ഏതെങ്കിലും ബീഫോ അല്ലെങ്കിൽ ടറന്റുല അല്ലെങ്കിൽ ട്യൂബർക്കുലിന. ഇതിലേതാണ് നോക്ക്. ട്യൂബർക്കുലിന ആണെങ്കിൽ ഇത്രയും ഇത് വരില്ല. ട്യൂബർക്കുലിന ട്രാവലിംഗ് ഇഷ്ടമാണ്. എപ്പോഴും ചേഞ്ചബിൾ ഡിസ്പോസിഷൻ ആണ്. എപ്പോഴും ഒന്നിലും ഉറച്ചു നിൽക്കൂല. ഇത് ഉറച്ചു നിൽക്കുന്നല്ലോ, അതിൽ തന്നെ ഇങ്ങനെ എപ്പോഴും നിൽക്കുന്നുണ്ടല്ലോ. ട്യൂബർക്കുലിന ഒരിക്കലും അതിൽ തന്നെ നിൽക്കത്തില്ല. അടുത്തേൽ ചാടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ്. ഹയോസിയാമസ് നോക്കിക്കോ. മൈൻഡ് അബ്യൂസീവ് അല്ലേ ഹയോസിയാമസ്? ചീത്തയൊക്കെ പറയില്ലേ? ഏറ്റവും അബ്യൂസീവ് റെമഡി അനാകാർഡിയോ ആണ്. അനാകാർഡിയം ഭയങ്കര അബ്യൂസീവ് ആണ്. ഇത്രയും അബ്യൂസീവ് ഉള്ള റെമഡി ഞാൻ കണ്ടിട്ടില്ല. അനാകാർഡിയം കൊടുത്തിട്ട് ഒരു ചെറിയ റിലീഫേ ഉള്ളൂ. അപ്പൊ അതല്ല, അത് പാർഷ്യലി ഇൻഡിക്കേറ്റഡ് ആണ്. അനാകാർഡിയത്തിന്റെ കോംപ്ലിമെന്ററി റെമഡീസ് നോക്കണം ഡോക്ടറെ. ഓക്കെ. അതെ. അപ്പൊ വേണമെങ്കിൽ ഡോക്ടറെ ഫോൺ നമ്പർ ചിലപ്പോ നമ്മളെ ബ്രോഷറിൽ കാണും. ഇനി എന്തെങ്കിലും കൊടുത്തു നോക്കിയിട്ട് മാറ്റം വരുത്തുന്നതിലൊക്കെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യും. ഓക്കെ. അടുത്ത ഡോക്ടർ രഞ്ജന ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ അഡ്മിറ്റ് ചെയ്ത് സംസാരിച്ചു. ഡോക്ടറെ കേക്കാവോ? ഡോക്ടറെ, എന്റെ നമ്മുടെ ഒരു പേഷ്യന്റ് ആണ്, ഒരു അമ്മച്ചിയാ. അപ്പൊ അമ്മച്ചിക്ക് ആകുമ്പോ ഡെലിവറി ആണ്. അതായത് ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്ന സാറാണ് അദ്ദേഹം. വന്ന് ആ ഒരു ടൈം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും, ആരോ വെളിയിലുണ്ട്, നീ പോയി ഡോർ നോക്ക്, ആരോ ഇങ്ങനെ വിളിക്കുന്നു. ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. അല്ല അബ്യൂസീവ് ഒന്നും അല്ല, എപ്പോഴും ഇങ്ങനെ അത് ഡെലൂഷൻ ആണ്. ഡെലീറിയ അല്ല, ഡെലൂഷൻ തോന്നുകയാണ്. സ്ട്രേഞ്ചർ ആണോ അതോ പരിചയമുള്ളവരാണോ അത് നോക്കണം. ശേഷോപ്പച്ചൻ വന്ന് വിളിക്കുന്നു, വിളിച്ചോണ്ടിരിക്കുക, ഞാൻ പോവാ, എന്നാല് നീ നോക്ക്, തുറന്നു കൊടുക്കുക, വരുന്നു, അങ്ങനെയുള്ള സംഭവങ്ങൾ തന്നെയാ തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഡെലീറിയം ലൊക്കേഷൻസ് എടുക്കുക. ഡെലൂഷൻ അല്ലെങ്കിൽ ഡെലൂഷൻ ഡെലീറിയസ് എടുക്കാം. ഡെലൂഷൻ ഇതൂടെ എടുക്കാം. സ്ട്രേഞ്ച് പേഴ്സൺ ഈസ് സ്റ്റാൻഡിങ് ഫ്രണ്ട് ഓഫ് റൂം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. എനിക്ക് അറിഞ്ഞൂടാ, അത് നമ്മൾ നോക്കിയാൽ മതി. റൂമിലേക്ക് നോക്കി കഴിഞ്ഞാൽ കിട്ടും. ശരി. ഓക്കെ മാഡം, താങ്ക്സ്. അടുത്തത് രഞ്ജന. അടുത്തത് ഡോക്ടർ ബീന. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഗുഡ് ഈവനിങ് മാം.
അതെ, ആ ഈ പറ ഹെവി ബ്ലീഡിങ് സൂയിസൈഡൽ ടെൻഡൻസി ആന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ഇങ്ങനെ ഫൈബ്രോയിഡ് കേസിലും നോർമൽ മെൻസസിന്റെ സമയത്തും ഒക്കെ ഹെവി ബ്ലീഡിങ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ആ. അങ്ങനത്തെ കേസസിന് എന്ത് മെഡിസിൻസാ കൊടുക്കുക? അങ്ങനെ അതാണെങ്കിൽ ഈ സൂയിസൈഡ് ടെൻഡൻസി അവരുടെ മൈൻഡില് സ്വന്തം മെൻസസ് ആകുമ്പോ തന്നെ ബ്ലഡ് വേണ്ട, ഞാൻ എനിക്ക് എന്റെ കയ്യിൽ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ, സെൽഫായിട്ട് ഒരു ബ്ലെയിം ചെയ്യുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. നമുക്കത് അവരാ ഇതിൽ നിന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ യൂട്രൈൻ ബ്ലഡ് എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞിന് വളരാനുള്ള യൂട്രസ് കുഞ്ഞുണ്ടായാൽ അതിനകത്ത് കുഞ്ഞിന് ന്യൂട്രീഷൻ കൊടുക്കാനാണല്ലോ ബ്ലഡ്. ഈ ബ്ലഡ് വേണ്ട എന്ന് വിചാരിച്ചാൽ അവരെ നശിപ്പിക്കുക. സൂയിസൈഡ് ഡിസ്പൊസിഷൻ റൂബ്രിക് എടുക്കണം, ഫസ്റ്റായിട്ട് എടുക്കുക. ആസ് വെൽ ആസ് മെൻസസ് പ്രൊട്രാക്റ്റേറ്റീവ് എടുക്കുക. പിന്നെ അവരുടെ ഡെലൂഷൻ വല്ലതും ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കുക. അവർക്ക് എന്തെങ്കിലും പെർസെപ്ഷൻ റോങ് പെർസെപ്ഷൻ അവരുടെ മനസ്സിലുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്തോ അതിന്റെ ബേസ്മെന്റ് എന്തോ ഉണ്ട്, അല്ലാതെ ഇങ്ങനെ ഉണ്ടാകത്തില്ല. അവർക്ക് ബ്ലഡ് വേണ്ട എന്ന്, എനിക്ക് ജീവിക്കണ്ട എന്ന് തോന്നിയെങ്കിൽ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. അതെന്താണ് കാരണമെന്ന് അന്വേഷിക്കുക. അവരെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് ചോദിക്കുക, അല്ല ഭർത്താവ് ഇരിക്കുമ്പോഴെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല, നമുക്കൊന്നും കിട്ടൂല. ഞാനിപ്പോ എങ്ങനെയുള്ള പേഷ്യൻസ് വരുമ്പോ എല്ലാം ഭർത്താവും കൂടെയാണ് വരുന്നതെങ്കിൽ ഭർത്താവിനെ ഇരുത്തിയിട്ട് ഇവരെ വിളിച്ച് രഹസ്യമായിട്ട് സംസാരിക്കും. എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്താണ് നിങ്ങൾ അലട്ടുന്ന കോൺഫ്ലിക്റ്റ്, എന്താണ് നിങ്ങൾക്ക്, എന്താണ് സംഘർഷം, അത് പറയൂ എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊക്കെ പക്ഷെ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെയാണ് അവർ പറയുന്നത്, വേറൊന്നും ഫൈനാൻഷ്യൽ ഇഷ്യൂ ഇതുണ്ടാവില്ലല്ലോ ഡോക്ടറെ, ബ്ലീഡിങ് ഉണ്ടാവില്ലല്ലോ. നമുക്ക് ഓരോന്നിനും ഓരോ കാരണമുണ്ട്. ഫൈനാൻഷ്യൽ ഇഷ്യൂ വരുമ്പോൾ ഫൈനാൻസ് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് പണമാണ്, അത് ഗെയിൻ കിട്ടേണ്ടതാണ്, അതൊരു സൈക്കോസിസ് ആണ്. അപ്പൊ ആ സൈക്കോസിസ് നഷ്ടപ്പെട്ടപ്പോൾ ഇങ്ങനെ ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ. ഫൈനാൻസ് ഇവരാണ് അവിടെ എല്ലാം ഫൈനാൻസ് നടത്തുന്നത് അവരുടെ കുടുംബത്ത് അല്ല. അപ്പൊ പിന്നെ അതല്ല, അത് ഒരു എക്സ്ക്യൂസ് പറയുന്നതാണ്. വേറെ എന്തോ ഉണ്ട്, സംതിങ് റോങ് ഉണ്ട്. ഒന്നും കിട്ടിയില്ല ഇങ്ങനെ എടുത്താൽ മതി. സൂയിസൈഡൽ ഡിസ്പൊസിഷൻ, മെൻസസ് പ്രൊട്രാക്റ്റഡ് എടുത്താൽ കുറെ റെമഡീസ് വരും. അതിൽ ഏതാണ് ഈ പേഷ്യന്റെ റെമഡി എന്നുള്ളത് ബാക്കി റെമഡി വെച്ചിട്ട് പഠിക്കുക. അങ്ങനെ തന്നെ എടുക്കണ്ട. നമുക്കൊന്നും കിട്ടിയില്ലെങ്കിൽ, പേഷ്യന്റ് ഓപ്പൺ ആകുന്നില്ലെങ്കിൽ, ചില പേഷ്യന്റ് ഓപ്പൺ ആവില്ല, ഭയങ്കര പാടാണ്. അങ്ങനെയുള്ള കേസില് നമ്മൾ ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇങ്ങനെ വെച്ചെടുത്ത് നോക്കുമ്പോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡോക്ടറെ വിളിച്ചാൽ മതി. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോ. പറഞ്ഞ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ കേസ് എടുക്കുക. എടുത്തിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനിത ഡോക്ടറെ വിളിക്കും. ഓക്കെ, നമ്മുടെ സമയം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. വളരെ നല്ല ക്ലാസ് എടുത്ത അനിത സോമൻ ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് ഡോക്ടർ രഞ്ജന ക്ഷണിക്കും. അൺമ്യൂട്ട് ചെയ്ത ഡോക്ടറെ. ഓക്കെ, നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഡോക്ടറെ വളരെ നല്ല ക്ലാസ് ആയിരുന്നു, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം എല്ലാ സ്ഫിയറിൽ കൂടെ, ഫിസിക്കൽ മെന്റൽ സ്ഫിയറിൽ എല്ലാ റൂബ്രിക്സിനും പറ്റുന്ന സമയം അനുസരിച്ച് ഡോക്ടർ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു വ്യൂ പോയിന്റിലാണ് ഡോക്ടർ കണ്ടേക്കുന്നത്. ഇനിയും ചെയ്യുന്നു കേട്ടോ എല്ലാം. മറ്റേ ഒരു ഡോക്ടർ സംശയം ചോദിച്ചാൽ, ജയലളിത സംശയം ചോദിച്ചാൽ മെഡിസിൻ വരുന്നത് അബ്യൂസീവും പ്ലേയിങ് ഡിസർട്ട് പ്ലേ നെനൻഡോയ്ക്ക് നക്സോമിക്ക വരുന്നുണ്ട് കേട്ടോ. നക്സോമിക്ക ആണോന്ന് നോക്കാൻ പറ. ആ പേഷ്യന്റ് നക്സോമിക്ക ആണോന്ന് നോക്കാൻ പറ. ടാറന്റുല, രണ്ടാമത് ടാറന്റുല, മൂന്നാമത് ട്യൂബർക്കലിനം, നാലാമത് B4 ആണ്. റഡാർ തന്നെയാണ് മാഡം റെഫർ ചെയ്യുന്നത്? ശരി ശരി, ഓക്കെ. എന്തായാലും എന്റെ ബാക്കി കണ്ടിന്യൂസ് ക്ലാസ് എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. വളരെ താങ്ക്സ്, പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് നന്ദി. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ, നന്ദി പറഞ്ഞ രഞ്ജന ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എന്തായാലും ഒരു തകർപ്പൻ ക്ലാസ്സോട് കൂടി നമുക്ക് ഇന്നത്തെ മലയാളം സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഡോക്ടർക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും, എത്രയും പെട്ടെന്ന് ഡോക്ടർ ഇനിയും മറ്റു റൂബ്രിക്കുകളുമായിട്ട് എത്തും, അല്ലെങ്കിൽ മറ്റൊരു വിഷയമായിട്ട് എത്തും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും, ഇന്നത്തെ സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടും
ശുഭരാത്രി നേർന്നുകൊണ്ട് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നമസ്കാരം. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേരുന്നു ഞാനും. ഓക്കെ, നമസ്കാരം എല്ലാവർക്കും.